السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. അല്ലാഹു നമ്മുടെ സംഗമം കബൂലാക്കുമാറാവട്ടെ. ആമീൻ. മനുഷ്യരാവുന്ന നമ്മൾ പരസ്പരം സഹകരിച്ചു, വിട്ടുവീഴ്ച ചെയ്തു, നീതി കാണിച്ചു, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഉന്നതരായ വിഭാഗമെന്ന വിധത്തിൽ എല്ലാ അർത്ഥത്തിലുമുള്ള ഔന്നിത്യം പ്രകടിപ്പിച്ചുമാണ് ജീവിക്കേണ്ടത്. മനുഷ്യൻ്റെ ആക്രാന്തത്തിൻ്റെ ഭാഗമായി വെട്ടിപ്പിടിക്കലും കൊള്ളയടിക്കലും ലോകത്തെ തന്നെ സ്വന്തമാക്കലും ആഗ്രഹിക്കുന്നതിൻ്റെ ഫലമായി പലപ്പോഴും നീതിവിരുദ്ധമായ സ്നേഹത്തിന് യാതൊരുവിധ പരിഗണനയും നൽകാത്ത മനുഷ്യനെ തന്നെ കൊല്ലുന്ന, അതിക്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ്, ക്രൂരതയുടെ ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചുറ്റുഭാഗത്തും വിവിധ സന്ദർഭങ്ങളിൽ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നു. ലോകാടിസ്ഥാനത്തിൽ ആയുധബലത്തിൻ്റെയും സാമ്പത്തിക ബലത്തിൻ്റെയും പിന്നിൽ അഹങ്കാരം മൂത്ത് ലോകത്തെ തന്നെ കീഴടക്കാൻ വേണ്ടി നീതിയോ ധർമ്മമോ ന്യായമോ പരിഗണിക്കാതെ മനുഷ്യവംശത്തെ തന്നെ നശിപ്പിക്കും വിധത്തിലുള്ള മാരകമായ ആയുധങ്ങൾ ഉപയോഗപ്പെടുത്തി യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. സാങ്കേതികമായി ഇതിന് യുദ്ധം എന്ന് പറയാൻ പറ്റുമെന്ന് പോലും എനിക്കറിയില്ല. കാരണം രണ്ടു പക്ഷത്തു നിന്നുള്ള തീരുമാനങ്ങളോടുകൂടെ നടത്തുന്നതാണ് യുദ്ധം. ഇത് കേവലം ഒരു സമൂഹത്തെ അവരുടെ നിസ്സഹായാവസ്ഥ ചൂഷണം ചെയ്ത് ഇല്ലാതെയാക്കുന്ന വൃത്തികെട്ട ആയുധ കച്ചവടത്തിൻ്റെ പേരാണ് പുതിയ കാലത്ത് യുദ്ധം. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ലോകം അതിൻ്റെ ഭീഷണി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇനി ആ ഒരു തലത്തിലേക്ക് അവരെത്തിച്ചേരാനും ഇരിക്കുന്നു. നമ്മുടെ നാടുകളിലൊക്കെയുള്ള ചില യുദ്ധവാർത്തകൾക്ക് കീഴിൽ ആഘോഷിച്ചുകൊണ്ടുള്ള വലിയൊരു സമൂഹത്തിൻ്റെ കമൻറ്റ് കാണുമ്പോൾ ഇതേതെങ്കിലും ഒരു വിഭാഗത്തെ മാത്രം ബാധിക്കുന്നതാണെന്നും ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കൊടും ക്രൂരതകൾ ന്യായീകരിക്കേണ്ടതാണെന്നും തോന്നും വിധം മനസ്സ് ശിലാരൂപത്തിലായ കുറേ സമൂഹം നമ്മുടെയൊക്കെ ഈ ചുറ്റുപാടുകളിൽപ്പെട്ട് പോലും രൂപപ്പെട്ടു വരുന്നത് നമുക്ക് അനുഭവിക്കാനും കഴിയും. ഒരു യുദ്ധത്തിൻ്റെ കെടുതികൾ ഏതെങ്കിലും ഒരു രാജ്യത്തിലോ ആ യുദ്ധം നടക്കുന്ന പ്രദേശങ്ങളിലോ പരിമിതമേ അല്ല. ഇപ്പോൾ ഇറാനിൻ്റെയും പലസ്തീനിൻ്റെയും സംഘർഷങ്ങൾ കാരണം ഡീസൽ പെട്രോൾ പോലെയുള്ളതിന് അടിസ്ഥാന വസ്തുവാകുന്ന ക്രൂഡ് ഓയിലിന് വലിയ വില കൂടിക്കഴിഞ്ഞു. അതോടുകൂടെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ പറ്റാതെയാണ്. ട്രാൻസ്പോർട്ടേഷൻ മുഴുവൻ നിലനിൽക്കുന്നത് ഇത്തരം ഇന്ധനങ്ങൾ ആശ്രയിച്ചിട്ടാണ്. ആ ഇന്ധനങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അനുബന്ധമായി ലോകത്തുള്ള എല്ലാ ചരക്ക് ഗതാഗതങ്ങളിലും ഇത് ബാധിക്കും. അപ്പോൾ ഓരോ മനുഷ്യനെയും പല രീതിയിൽ ബാധിക്കുന്നതാണ് ഇന്ന് കണ്ടുവരുന്ന ഭീകരമായ യുദ്ധങ്ങളെല്ലാം. അതിൻ്റെ ന്യായോക്തികളിലേക്ക് ഞാൻ തൽക്കാലം പോവല്ല. പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന നീതിയുടെ ഒരു സന്ദേശമുണ്ട്. അത് മാനവർക്കെല്ലാവർക്കും മഹത്തായ പാഠമാണെന്ന് പറയുന്നത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഒരു വക്താവ് എന്ന രീതിയിൽ മാത്രമല്ല, പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഒരു സമൂഹം എന്ന രീതിയിൽ മാത്രമല്ല. അതാണ് വസ്തുതയെന്നും അതാണ് യാഥാർത്ഥ്യമെന്നും വസ്തുതാനിഷ്ഠമായി പഠനം നടത്തുന്ന എല്ലാവർക്കും ബോധ്യപ്പെടുന്ന ഒരു സത്യമാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക. പരിശുദ്ധ ഖുർആൻ നീതിയെക്കുറിച്ച് പറയുന്ന വിവിധങ്ങളായ ഭാഗങ്ങൾ എല്ലാം അവിടെ വിശദീകരിക്കാൻ നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ സമയം കിട്ടില്ല എന്ന് നിങ്ങൾക്കറിയാം. ഓരോ മനുഷ്യനും നീതിപൂർവം ജീവിക്കേണ്ടതിനെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന കുറേ ആശയങ്ങൾ, അത് കുടുംബജീവിതത്തിലാണെങ്കിലും വ്യക്തിജീവിതത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും രാഷ്ട്രങ്ങൾ പരസ്പരമാണെങ്കിലും കച്ചവടത്തിലാണെങ്കിലും നീതിയിലൂടെ മാത്രമേ നിലനിൽക്കാവൂ എന്ന് പരിശുദ്ധ ഖുർആൻ മാനവ സമൂഹത്തോട് എപ്പോഴും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് പാലിക്കുന്നതോടുകൂടെ ലോകത്ത് സമാധാനം ഉണ്ടാകും. പലപ്പോഴും നമ്മൾ കേട്ടുവരുന്നൊരു വിമർശനം ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും ഒരു വശം ഇസ്ലാമാണ് എന്നുള്ളതാണ്. സത്യത്തിൽ പുതിയ കാലത്ത് അങ്ങനെയാക്കി തീർത്തിട്ടുണ്ട്. പരിശുദ്ധ ഇസ്ലാം അങ്ങനെ ആയതുകൊണ്ടല്ല.
അങ്ങനെയാക്കി തീർത്തിട്ടുണ്ട്. എന്തുകൊണ്ടെന്നത് അന്യത്ര വിശദീകരിച്ചതുമാണ്. ലോകത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ക്യാപിറ്റലിസ്റ്റുകൾക്ക് എവിടെയും ഒരു പ്രതിപക്ഷം വേണം. ഇസ്ലാം അല്ലാത്ത ഏത് പ്രത്യയശാസ്ത്രത്തെയും അവരോടൊപ്പം കിടപിടിക്കാൻ പറ്റുന്നതായിട്ട് അവർക്ക് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഇസ്ലാമിനെ നിരന്തരമായി പ്രതിപക്ഷത്ത് നിർത്തുന്നു. ശത്രുവായിട്ട് അവർ സങ്കല്പിക്കുന്നു, പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ശത്രുക്കളെ നിരന്തരമായി എതിർത്തുകൊണ്ടിരിക്കുന്നതാണ് ക്യാപിറ്റലിസം മുന്നിൽ വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ധനാഗമന മാർഗം. ദീർഘമായി വിശദീകരിക്കേണ്ടതാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ വലുതായി വരുന്ന മതം ഇസ്ലാമാണെന്ന് ഈ കഴിഞ്ഞ മിനിഞ്ഞാന്ന് പോലും പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിലുള്ള ചില ഈ കറവ് പിടിച്ച ചാനലുകളൊക്കെ അതൊരു വലിയ വിവാദമായിട്ട് നമ്മുടെ കേരളത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. ഏറ്റവും പുതിയ കണക്ക് പരിശോധിച്ചാൽ പോലും ഏകദേശം 300 ഇരട്ടിയോളൊക്കെയാണ് മറ്റുള്ള ആദർശത്തെ അപേക്ഷിച്ച് പരിശുദ്ധ ഇസ്ലാമിൻ്റെ വളർച്ച. ലോകത്ത് ഇസ്ലാമിക പ്രസ്ഥാനം വളർന്നു വന്നാൽ ക്യാപിറ്റലിസം മുന്നോട്ട് വെക്കുന്ന ചൂഷണങ്ങൾക്ക് പിന്നെ സ്ഥാനമില്ലാതെയാകും, പൂഴ്ത്തിവെപ്പുകൾക്ക് സ്ഥാനമില്ലാതെയാകും. മനുഷ്യനെ കണ്ടിച്ച് നിത്യരോഗിയാക്കി മാറ്റിയാലും പണം വരുന്ന ഏത് മാർഗവും സംഘതമാണെന്നവരുടെ തീരുമാനം പാടിപ്പോകും. ഞാൻ വിശദീകരിക്കല്ല, അതാണല്ലോ LGBTQIA+ ആക്ടിവിസത്തിലൊക്കെ നടക്കുന്നത്. മനുഷ്യനെ പല വിധത്തിലുള്ള സർജറികൾക്ക് വിധേയരാക്കി നിത്യരോഗികളാക്കി മാറ്റുന്നു. ജീവിതകാലം മുഴുവൻ പിന്നെ ഹോർമോൺ ട്രീറ്റ്മെൻറ്റും അനുബന്ധ ചികിത്സകളും നടത്തേണ്ടി വരുന്നു. ആരോഗ്യത്തോടുകൂടി ജീവിക്കുന്ന ആണുങ്ങൾ പെണ്ണുങ്ങളായി മാറാൻ വേണ്ടിയിട്ട് ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു. 5-6 വർഷം നീണ്ടു നിൽക്കുന്ന വിവിധങ്ങളായ ചികിത്സകൾക്കൊടുവിൽ ഏകദേശം ഒരു സ്ത്രീയുടെ കോലത്തിലേക്ക് അവർ മാറുന്നു, അല്ലെങ്കിൽ എതിർ ജെൻഡറിൻ്റെ കോലത്തിലേക്ക് അവർ മാറുന്നു. ഇതിനിടയ്ക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലക്ഷങ്ങൾ ചെലവ് വരുന്നുണ്ട്, കഠിനമായ വേദന സഹിക്കേണ്ടി വരുന്നുണ്ട്, ഔഷധങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടി വരുന്നുണ്ട്. നീതിയുടെ മതമാകുന്ന പരിശുദ്ധ ഇസ്ലാം ജാതി തോന്നിയാസങ്ങളെ സപ്പോർട്ട് ചെയ്യൂല. മനുഷ്യൻ മനുഷ്യനായി ജീവിക്കണമെന്ന് മതം നിഷ്കർഷിക്കുന്നു. ആണുങ്ങളായും പെണ്ണുങ്ങളായുമാണ് മനുഷ്യരെ പടച്ചതെന്ന് പരിശുദ്ധ ഖുർആൻ ലോകത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വേഷത്തിൽ പോലും ഒരു ചേഞ്ച് വരുത്താൻ പാടില്ലെന്ന് ആൺ പെണ്ണിൻ്റെ വേഷമോ പെണ്ണ് ആണിൻ്റെ വേഷമോ സംസ്കാരങ്ങളോ പിന്തുടരാൻ പാടില്ലെന്ന് മതം നിഷ്കർഷിക്കുന്നു. ഇവിടെ ക്യാപിറ്റലിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സാധ്യതയാണ് ഇല്ലാതെയാകുന്നത്. ലോകത്ത് ഇസ്ലാം വ്യാപിച്ചു വരികയും ഈ ഒരു നീതിയുടെ നിയമം നടപ്പിലാവുകയും ആണുങ്ങളൊക്കെ ആണുങ്ങളായും പെണ്ണുങ്ങൾ പെണ്ണുങ്ങളായി ജീവിക്കുകയും ചെയ്യുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 4-5 വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ സർജറികളുടെ പരമ്പര, മേജർ സർജറികളിൽ തന്നെ 12 എണ്ണം വേണ്ടി വരും എന്നാണ് പറയുന്നത്. അനുബന്ധമായ പ്ലാസ്റ്റിക് സർജറികൾ വേറെ വേണം, വലിയ മരുന്ന് ഉപയോഗിക്കണം, ഓപ്പറേഷൻ ഉപകരണങ്ങൾ ധാരാളമായി ഉപയോഗപ്പെടുത്തണം, ആശുപത്രിവാസം വേണം. ചെറുതും വലുതുമായ നിരവധിയായ ചെലവുകൾ ഈ ഒരു സംഭവത്തിന് മുന്നിൽ ധാരാളമുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ധനാഗമനം മാത്രമാണ് ക്യാപിറ്റലിസ്റ്റുകളുടെ ലക്ഷ്യം. അത് കുറേ മനുഷ്യന്മാർ തകർന്നില്ലാതെയായാലും നിത്യരോഗികളായാലും അത് അവരെ സ്വാധീനിക്കുന്നേയില്ല. അതുകൊണ്ട് അതവർ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കും, പറഞ്ഞു കയറ്റിക്കൊണ്ടിരിക്കും, ചാനലുകളും സിനിമകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ലെസ്ബിയൻ ബന്ധങ്ങൾ, അനുബന്ധമായുണ്ടാകുന്ന രോഗങ്ങൾ, രോഗത്തിൻ്റെ അനുബന്ധമായുണ്ടാകുന്ന ദീർഘകാല ചികിത്സകൾ, ചികിത്സ വഴി ലഭ്യമാകുന്ന നല്ല വരുമാനം, ഇതൊക്കെ മുന്നിൽ കണ്ട് ഒരിക്കലും മാനവികമല്ലാത്ത, മനുഷ്യനെന്ന രീതിയിൽ ചിന്തിച്ചാൽ നമുക്കൊരിക്കലും സംഘതമായി തോന്നാത്ത ഇത്തരം വൃത്തികേടുകൾക്ക് അവർ പ്രോത്സാഹനം നൽകിക്കൊണ്ടേയിരിക്കും. അതിന് വിരുദ്ധമായി നിലകൊള്ളുന്ന പരിശുദ്ധ ഇസ്ലാമിനെ കണ്ടിടത്ത് വെച്ച് ആക്രമിക്കാൻ അവർ വിവിധ സംവിധാനങ്ങൾ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ഇതൊരു വിഷയത്തിൽ മാത്രമല്ല, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായ പ്രശ്നമാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ട് ഇസ്ലാം പ്രതിപക്ഷത്താകുന്നു? അങ്ങനെ ആയി കയറി ഞങ്ങൾ ആയിക്കോളാം എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കണതല്ല. നേരെ മറിച്ച് വിശുദ്ധ മതത്തെ തോൽപ്പിക്കാൻ വേണ്ടി സാങ്കേതികമായും അതേപ്രകാരം സാംസ്കാരികമായുമുള്ള അക്രമങ്ങൾ തുടങ്ങിയത് വ്യാപകമായ രീതിയിൽ വ്യവസ്ഥാപിതമായി നടന്നു തുടങ്ങിയത് ഇപ്പോൾ അടുത്തൊന്നുമല്ല. ഓറിയന്റലിസ്റ്റുകളും മോഡേണിസ്റ്റുകളും പഴറ്റി കുറേ കാലം കഠിനാധ്വാനം ചെയ്തൊരു സംഗതിയാണിത്. ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുക, എന്നിട്ട് മനുഷ്യർക്കിടയിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അള്ളാഹുവിനെയും ഒക്കെ മുസ്ലിങ്ങൾ വളരെയേറെ
ആദരവോടുകൂടെ വിശ്വാസത്തോടുകൂടെ ഏറ്റവും അഭിമാനത്തോടുകൂടെ കൊണ്ടു നടക്കുമ്പോൾ അതില്ലാതാക്കാൻ വേണ്ടി പച്ചത്തെറികളടക്കം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. ഈ പുതിയ കാലത്ത് തുടങ്ങിയതൊന്നുമല്ലത്. ഓറിയന്റലിസ്റ്റുകളും മോഡേണിസ്റ്റുകളും പണ്ട് ചെയ്തതാണ്. ഷിയാക്കളും മുഅ്തസിലികളും അതിൻ്റെ മുന്നേ ചെയ്തതാണ്. ഈ ഒരു വിഷയത്തിൽ സാംസ്കാരികമായി മതത്തെ തോൽപ്പിക്കാൻ വേണ്ടി വിശ്വാസികളുടെ ഹൃദയത്തിലേക്ക് മതത്തോടുള്ള പ്രതിപത്തി ഇല്ലാതാക്കുക. അതിന് സിനിമയും സീരിയലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അതിന് മദ്യവും മയക്കുമരുന്നും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുക. വിശ്വാസികളെ പ്രത്യേകമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതോടുകൂടെ സാംസ്കാരികമായി മനുഷ്യർ മറ്റൊന്നായി തീരുന്നു. അങ്ങനെ സാംസ്കാരികമായി അധമത്വം ശീലിച്ച ഒരു സമൂഹത്തിന് മുന്നിൽ ഇസ്ലാമിനെ പ്രതിസ്ഥാനത്ത് നിർത്താൻ എളുപ്പമുണ്ട്. കാരണം നീതിയോടൊപ്പമേ മതം നിൽക്കൂ, ശാന്തിയോടൊപ്പമേ മതം നിൽക്കൂ. ഇതില്ലാതെയാക്കാൻ വളരെ എളുപ്പമാണ്. സാംസ്കാരികമായി അധപ്പതനം നടത്തിയാൽ, ഇസ്ലാമിനോടുള്ള താല്പര്യവും ഇഷ്ടവും ഇല്ലാതാക്കിയാൽ, അതിനു വേണ്ടിയുള്ള വ്യാപകമായ പ്രവർത്തനങ്ങൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കണം. യുദ്ധങ്ങളുടെ കാര്യം എടുത്തു നോക്കുക. ഈ അടുത്ത കാലത്തൊക്കെയുള്ള യുദ്ധങ്ങൾ എന്തിനായിരുന്നു? പലസ്തീൻ രൂപീകരണത്തെക്കുറിച്ചൊക്കെ പലവട്ടം പല പ്രാവശ്യം നമ്മൾ പറഞ്ഞതാണ്, നിങ്ങളൊക്കെ കേട്ടതാണ്, വായിച്ചവരാണ്. ഞാൻ അങ്ങോട്ട് കിടക്കില്ല. അന്ന് ബ്രിട്ടൻ്റെ അധികാരത്തിലിരുന്ന ഫലസ്തീൻ, അവർ ലോകം ഭരിച്ചവരാണ്, ലോകം മൊത്തം കൊള്ളയടിച്ചവരാണ്. അറബികൾ നമ്മുടെ നാട്ടിലേക്ക് ബ്രിട്ടീഷുകാരുടെ കാലത്തും അതിൻ്റെ മുന്നേയൊക്കെ കച്ചവടത്തിന് വരുന്നുണ്ട്. ഈ നാടിനൊരു ദ്രോഹം അവർ വരുത്തിയിട്ടില്ല. ഈ നാട്ടിൽ എവിടെയും അവർ കയ്യേറ്റം നടത്തിയിട്ടില്ല. മാന്യമായ രീതിയിൽ അവർ കച്ചവടം നടത്തും. അവരുടെയുള്ള വസ്തുക്കൾ ഇങ്ങോട്ട് കൊണ്ടുവരും, ഇവിടെയുള്ളത് അവരുടെ നാടുകളിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ടാണ് അറബികൾക്ക് കച്ചവടം നടത്താൻ എല്ലാ അർത്ഥത്തിലുമുള്ള സഹകരണം സാമൂതിരി രാജാവിനെ പോലെയുള്ളവർ നൽകിയത്. ഒരു നാടും അവർ കീഴടക്കിയില്ല. ഒരു നാട്ടിലെ ഒരു മനുഷ്യനെയും അവർ ഉപദ്രവിച്ചില്ല. നേരെ മറിച്ച് കച്ചവടത്തിനെന്ന് പറഞ്ഞു വന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനി, അവർ ഇന്ത്യ അടക്കം അവരെ എവിടെ പോയോ കച്ചവടം നടത്താൻ ആ നാട് മൊത്തം കൊള്ളയടിച്ച് ആ നാട് മൊത്തം അവരുടെ കീഴിലാക്കിയിട്ടാണ് അവരുടെ കച്ചവടം അവർ അടിപൊളിയാക്കിയത്. എത്ര മോശം പരിപാടിയാണത്! ഒരു നാട്ടിലേക്ക് കച്ചവടത്തിന് വരിക, പിന്നെ കുറേ ആളുകൾ അങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുക, അവരുടെ ആധുനിക ആയുധങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക, അത് വെച്ചൊരു നാടിനെ കീഴടക്കുക, ഒരു നാട്ടുകാരെ കൃത്യമായി ടാർഗറ്റ് ചെയ്ത് കൊന്നൊടുക്കുക. എത്രത്തോളം എന്ന് വെച്ചാൽ അവരുടെ മതപരമായ താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി കൂടെ ലോകത്താകമാനം ക്രൈസ്തവരുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാരുടെ ഭരണം നടന്നു. നമ്മളിതൊന്നും ശ്രദ്ധിക്കാതിരുന്നിട്ട് കാര്യമില്ല. ക്രൈസ്തവരുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടിലുള്ള ക്രിസ്ത്യാനികൾ ബാബാ കക്ഷികളായിരുന്നു. അവരുടെ പ്രധാനപ്പെട്ട കേന്ദ്രം ബാബിലോണിയായിരുന്നു. എന്നാൽ റോമിനെ സപ്പോർട്ട് ചെയ്യുന്ന പാശ്ചാത്യരാകുന്ന ക്രിസ്ത്യാനികൾ നമ്മുടെ നാട്ടിലേക്ക് വന്നു. വിശ്വാസികളാകുന്ന മുസ്ലിങ്ങളെ മാത്രമല്ല അവർ പീഡിപ്പിച്ചത്, അവരുടെ ഇടയിലുള്ള ഈ അഭിപ്രായ വ്യത്യാസങ്ങളെപ്പോലും അവർ കാര്യമായി എടുത്തു. നമ്മുടെ നാടുകളിൽ ഈ വാവാ കക്ഷികളിൽ നിന്ന് പാപ്പാ കക്ഷികളിലേക്ക് ഇവിടെയുള്ള ക്രിസ്ത്യാനികളെ പരിവർത്തനം ചെയ്യിക്കാൻ നിരന്തരമായ പീഡനങ്ങൾ അവർ നടത്തി. ക്രൈസ്തവരുടെ ചരിത്രം വായിക്കുമ്പോൾ അമ്മയുടെ നെഞ്ചിൽ നിന്ന് കുട്ടിയെ വലിച്ചെടുത്ത് ഒരലിലിട്ട് ഇടിക്കുന്ന ബ്രിട്ടീഷുകാരെ കുറിച്ചും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എത്ര ക്രൂരാണത്! ഒരലിലിട്ടിട്ട് ഒലക്ക കൊണ്ടിങ്ങനെ പൊക്കിപ്പിടിച്ച് അമ്മയോട് പറയാം, നീ പാപ്പാ കക്ഷിയിൽ നിന്ന് മാറി വാവാ കക്ഷിയിലേക്ക് എത്തണം എന്ന്. കേരള ക്രൈസ്തവരുടെ ചരിത്രത്തിൽ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് കൂനംകുരിശ് സത്യാഗ്രഹം. നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. എന്തായിരുന്നു കൂനംകുരിശ് സത്യാഗ്രഹത്തിൻ്റെ പ്രശ്നം? ഈ വാവാ കക്ഷികളെ പാപ്പാ കക്ഷികളാക്കുന്നതിനെതിരെ അവരെല്ലാവരും കൂടെ കോട്ടയത്ത് നടത്തിയ വലിയൊരു പ്രതിഷേധമാണ് ഈ കൂനംകുരിശ് സത്യാഗ്രഹം. ലോകത്ത് മൊത്തം അവരുടെ ഐഡിയ അടിച്ചേൽപ്പിക്കലായിരുന്നു ബ്രിട്ടീഷുകാരുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. കച്ചവടം അതിനുള്ള മുന്നുപാധി മാത്രമായിരുന്നു. അറബികൾ വന്നത് അങ്ങനെയല്ല. അവർ കേരളത്തെ സ്നേഹിച്ചു. ഈ നാടിനൊരു ദ്രോഹവും വരാതിരിക്കാൻ അവർ കഠിനമായി അധ്വാനിച്ചു. ഈ നാട്ടുകാരോട് വലിയ ബന്ധമുണ്ടായി. ഒരൊറ്റ മനുഷ്യൻ പോലും അറബികളുടെ കച്ചവട സംഘത്തിൻ്റെ പീഡനം അനുഭവിക്കേണ്ടി വന്നില്ല. അവർ മാന്യമായ രീതിയിൽ കച്ചവടം നടത്തി. ഇങ്ങനെ ലോകം ഭരിച്ചിരുന്നവരായതുകൊണ്ട്, ക്രൂരത കൊണ്ട് ലോകത്തെ മൊത്തം കീഴടക്കിയവരായതുകൊണ്ട് ഈ ബ്രിട്ടീഷുകാരുടെ കീഴിലായിരുന്നു ഫലസ്തീൻ ഉണ്ടായിരുന്നത്.
അവസാന ലോകത്തുള്ള വിവിധ നാടുകളിലുള്ള ജൂതന്മാരെ എല്ലാവരെയും ഒരിടത്ത് പ്രതിഷ്ഠിക്കണമെന്ന് ബ്രിട്ടനും അമേരിക്കയും തീരുമാനിക്കുന്നു. ഹിറ്റ്ലറിൻ്റെ ആ ജൂതപീഡനമൊക്കെ അതിന് കാരണമായിട്ട് അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഹിറ്റ്ലർ ജൂതന്മാരെ ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയെന്നാണ് പ്രചരിപ്പിക്കപ്പെടുന്നത്. അങ്ങനെ സംഭവിച്ചാൽ അതിന് പ്രതിക്രിയയായി മുഅ്മിനീങ്ങൾ ജീവിക്കുന്ന ഒരു സ്ഥലം 60-40% വിഭജിച്ച് ഈ 60% വളരെ ന്യൂനപക്ഷമാകുന്ന ജൂതന്മാർക്ക് പകുത്തു കൊടുക്കുന്ന രീതിയായിരുന്നു ഈ ബ്രിട്ടീഷുകാരും അമേരിക്കക്കാരും നടപ്പിലാക്കിയത്. നീതി അവിടെ തന്നെയും ചോദ്യം ചെയ്യപ്പെടുന്നു. ഏതെങ്കിലും ഒരാളുകൾ പീഡിപ്പിക്കുന്നുണ്ട്, നമ്മളെ രീതിയിൽ തന്നെ ആലോചിച്ച് നോക്കുക. ഏതോ ഒരാൾ കുറേ ആളുകളെ പീഡിപ്പിക്കുന്നു, അവരെല്ലാവരെയും കൂടി കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഇനി മുതൽ ഇവരിവിടെ താമസിക്കുമെന്നും ഈ വീടിൻ്റെ 60% അവരുടേതാണെന്നും 40 മതി ഈ വീട് നിർമ്മിച്ച നിങ്ങൾ, ഇതിൻ്റെ ഉടമസ്ഥരാകുന്ന നിങ്ങൾ ഉപയോഗിക്കാനെന്നും നമ്മളെക്കാൾ വലിയ ശക്തിയുള്ള ഒരു ടീം പറഞ്ഞാൽ നമ്മൾ ഏത് ലോക കോടതിയിലേക്കും പോകില്ലേ? നമ്മളെ കൊണ്ടാകും വിധത്തിൽ അതിനെതിരെ പ്രവർത്തിക്കില്ലേ? അതൊക്കെ സംഭവിക്കും. പലസ്തീനിലും അതൊക്കെ ഉണ്ടായി. പക്ഷേ കോടതികൾ, ലോക പോലീസും കോടതികളും നിയന്ത്രിക്കുന്നത് ഇവർ തന്നെയായിപ്പോയി. അതുകൊണ്ട് 60% പലസ്തീനിൻ്റെ ഭൂമി ജൂതന്മാർക്ക് പതിച്ചു നൽകി. പലസ്തീനിൻ്റെയും ഇസ്രായേലിൻ്റെയും മേപ്പൊന്ന് പരിശോധിച്ചു നോക്ക്. കൃത്യമായ രീതിയിലുള്ള നേർരേഖയാണ് അവർക്കിടയിലുള്ളത്. അങ്ങനെ സ്വാഭാവികമായി ഉണ്ടാകുന്ന രാഷ്ട്രങ്ങളിൽ അങ്ങനെ കൃത്യമായ വരണ്ടാവില്ലേ? അതിങ്ങനെ ചില ഭൂപ്രകൃതിയൊക്കെ അനുസരിച്ച് രൂപപ്പെടുന്നതാണ്, പുഴയെയും കടലിനെയും ഒക്കെ ആശ്രയിച്ച്. ഇതങ്ങനെയല്ല. ഒരു നാട് നേർക്കുനേർ ചങ്ങല പിടിച്ച് വെട്ടിമുറിച്ചിട്ട് 60% ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചിതറിക്കിടന്നിരുന്ന ജൂതന്മാർക്ക് നൽകിയതാണ്. ആ ജൂതന്മാരെ എന്നാലും ഫലസ്തീനികൾ മനസ്സാന്നിധ്യത്തോടുകൂടെ സ്വീകരിച്ചു. അവരവിടെ ജീവിക്കട്ടെ, നമ്മൾ നമ്മുടെ ഭാഗത്ത് ജീവിക്കാം എന്നവർ തീരുമാനിച്ചു. പക്ഷേ പതിയെ ഈ ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണയോടുകൂടെ ഈ സയനിസ്റ്റ് ഭീകര ജൂതരാഷ്ട്രം ഫലസ്തീനിൻ്റെ ഓരോ മേഖലയും കവർന്നെടുത്തുകൊണ്ടേയിരുന്നു. ഇന്ന് ഫലസ്തീനിൻ്റെ മേപ്പ് പരിശോധിച്ചാൽ നമുക്കറിയാം, ഇറ്റിക്കിടക്കുന്ന ഒരു ചെറിയ പ്രദേശമാണത്. മുഅ്മിനീങ്ങളുടെ അഭിമാനമാകുന്ന ഖുദ്സ് അടക്കം, ജെറൂസലേം അടക്കം കവർന്നെടുക്കുകയും അതിനുവേണ്ടി നിരന്തരമായി അവരെ പോറ്റി വളർത്തുന്ന ഭീകര രാഷ്ട്രങ്ങളുടെ പിന്തുണയോടുകൂടെ യുദ്ധം ചെയ്യുകയും അങ്ങനെ ആ നാട് കുട്ടിച്ചോറാക്കുകയും ചെയ്തു ഈ ജൂത സയനിസ്റ്റ് രാജ്യം. അവർക്ക് ബൈബിളുമായി ബന്ധപ്പെട്ട കുറച്ച് ചർച്ചയ്ക്ക് പ്രസക്തിയുണ്ട്, ഞാൻ അങ്ങോട്ട് പോവല്ല. പണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട ഭൂമിയാണതെന്ന് പറയുന്നു. എന്നാൽ ലഭ്യമായ ഈ പലസ്തീനിൻ്റെ 60% മാത്രമല്ല അവരുടെ ഉദ്ദേശത്തിലുള്ളത്. ലബനാനും സിറിയയും ജോർദാനും സൗദിയും ഒക്കെ വിശാലമായ ഇസ്രായേൽ രാഷ്ട്രത്തിൻ്റെ സ്വപ്നത്തിൽപ്പെടുന്നു. അതുകൊണ്ട് ആ മേഖലയിൽ നിരന്തരമായി സംഘർഷങ്ങൾ ഉണ്ടാക്കണം. ഓരോ നാടിനെയും ഏതെങ്കിലും പേര് പറഞ്ഞ് അധിനിവേശം നടത്തിക്കൊണ്ടിരിക്കണം. പലസ്തീൻ ഏകദേശം തീർന്നു കഴിഞ്ഞുവെന്ന് നമുക്കറിയാം. ലോകത്തിൻ്റെ മുമ്പിൽ ഒരു നാണവും മാനവും ഇല്ലാതെ, നീതിക്ക് യാതൊരു പ്രസക്തിയുമില്ലാതെ ക്രൂരമായ അക്രമങ്ങളാണ് സയനിസ്റ്റ് ലോബി നടത്തിക്കൊണ്ടിരിക്കുന്നത്. പലസ്തീനിൽ നിന്ന് പിരിഞ്ഞുപോയ ആദ്യഘട്ടത്തിൽ, യുദ്ധത്തിൻ്റെ ആദ്യഘട്ടത്തിൽ, യുദ്ധം എന്നൊക്കെ പറയുന്നത് ഈ പ്രചരിപ്പിക്കപ്പെടുന്ന വേർഡ് എടുക്കുകയാണ് കേട്ടോ. ഒരു നിസ്സഹായരാകുന്ന സമൂഹത്തിന് മുന്നിൽ, അവരുടെ വസ്തുവകകൾക്ക് മുകളിൽ, അവരുടെ മക്കൾക്ക് മുകളിൽ ക്രൂരമായ രീതിയിൽ ക്ലസ്റ്റർ ബോംബും മറ്റും കൊണ്ടുപോയി ചെരിയുന്നതിന് യുദ്ധം എന്നല്ല പറയാം. ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ അവരുടെ തന്നെ നിർദ്ദേശം മാനിച്ച് വിവിധ ഭാഗങ്ങളിലേക്ക് അഭയാർത്ഥികളായി പോയ ആളുകളെ അഭയാർത്ഥി ക്യാമ്പുകളിൽ ചെന്ന് ബോംബിട്ട് തകർക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ ക്രൗര്യം നമ്മൾ ഫലസ്തീനിൽ കാണുന്നു. സമാധാന കരാറിൽ ഒപ്പുവെക്കുക, എന്നിട്ട് ഇനി പ്രശ്നങ്ങളൊന്നുമില്ല, മടങ്ങി വന്നോളൂ എന്ന് പറയാം. ആ പാവപ്പെട്ട മനുഷ്യന്മാർ വിവിധയിടങ്ങളിൽ ഒളിച്ചു താമസിക്കുന്നിടത്തു നിന്ന് സന്തോഷത്തോടുകൂടെ മടങ്ങി വരുന്നു. ഉള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി അവർ പള്ളികൾ നിർമ്മിക്കുന്നു, ചെറിയ രീതിയിലുള്ള താമസ സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നു. അങ്ങനെ അവരവിടെ സെറ്റിലാകുമ്പോൾ അവിടെ കൊണ്ടുവന്ന് നേരം വെളുക്കുവോളം ബോംബിട്ടുകൊണ്ടിരിക്കുക. ഭക്ഷണ വിതരണത്തിന് വേണ്ടി കുഞ്ഞുങ്ങളെ ഒരുമിച്ച് കൂട്ടുക. ദിവസങ്ങളായി പട്ടിണി കിടക്കുന്ന പാവപ്പെട്ട മക്കൾ ഭക്ഷണം കാണുന്ന ആർത്തിയിൽ ഓടി വന്ന് വട്ടം പിടിച്ചു നിൽക്കുമ്പോൾ ക്രൂരരാകുന്ന സയനിസ്റ്റ് പട്ടാളക്കാരൻ തുരുതുര വെടിവെച്ച് 60-70 പിഞ്ചുമക്കളെ കൊന്നുകൊണ്ടിരിക്കുക.
നീതിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇത് 1-2 വർഷം മുന്നേ തുടങ്ങിയതല്ല. പലസ്തീനിന്റെ ആഗോള നേതാവായിരുന്ന യാസർ അറഫാത്തിനെ കുറിച്ച് നമുക്കറിയാം. സമാധാനം വേണമെന്നും പറഞ്ഞിട്ട് എപ്പോഴും ഇങ്ങനെ പിടിച്ചു വരുന്ന ഒരു മനുഷ്യനായിരുന്നു അയാൾ. അയാളുടെ രാഷ്ട്രീയത്തിൽ ചില അഭാഗങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകും, എന്നാലും പലസ്തീനു വേണ്ടി അയാൾ കഠിനമായി നിലകൊണ്ടു. ആ മനുഷ്യനെ പോലും കേൾക്കുന്നതനുസരിച്ച് ഈ ജൂതലോബികൾ ചതിപ്രയോഗത്തിലൂടെ കൊന്നുകളഞ്ഞു എന്നാണ് പറയുന്നത്. നീതിയെക്കുറിച്ച് നിരന്തരമായി പറയേണ്ടത് അതുകൊണ്ടാണ്. ഒരു ചെറിയ ജീവിയെ ഉപദ്രവിക്കുന്നത് പോലും മതപരമായി തെറ്റാകുമ്പോൾ, ഒരു പട്ടിക്ക് വെള്ളം കൊടുത്ത കാരണത്താൽ പൂർവികയാകുന്ന ഒരു സ്ത്രീ സ്വർഗത്തിൽ കയറിയ കഥ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തെ പഠിപ്പിക്കുമ്പോൾ, നീതിക്ക് വേണ്ടി നിലകൊള്ളുവീൻ എന്ന് പരിശുദ്ധ ഖുർആൻ നിരന്തരമായി നമ്മൾ ഓർമ്മപ്പെടുത്തുമ്പോൾ, ഇത് സമൂഹത്തോടൊന്ന് പറയേണ്ട ബാധ്യത നമുക്കുണ്ട്. ഈ പുതിയ സംഘർഷത്തെക്കുറിച്ച് തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇറാൻ എന്ന് പറയുന്ന നാട് അവരുടെ ഏതൊക്കെ വൈകല്യങ്ങളുണ്ടോ അതൊക്കെ ഉണ്ടായിരിക്കെ ആദർശപരമായി അവർ പിന്തുടരുന്ന ഷിയാധാര മതപരമായി വഴിപിഴച്ചതാണ് എന്ന ബോധം എല്ലാ വിശ്വാസികൾക്കും ഉണ്ട്. അതൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കെ ആ മേഖലയിൽ ആണത്വത്തോടുകൂടെ നിലകൊള്ളാൻ അവർക്ക് ഇതുവരെയും സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു രാഷ്ട്രം നമ്മുടെ പരിസരത്തുണ്ടാകാൻ പാടില്ലെന്ന് സയനിസ്റ്റ് രാഷ്ട്രം തീരുമാനിക്കുന്നു. അതിന് പിന്തുണ കൊടുക്കാൻ അമേരിക്കയും ബ്രിട്ടനും ജർമ്മനിയും ഫ്രാൻസും വരി നിൽക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ലോകത്ത് 4 രാഷ്ട്രങ്ങളാണ് ഇതുവരെയും ആണവായുധം കൈവശപ്പെടുത്തിയത് എന്ന് പരസ്യമാക്കിയിട്ടുള്ളവർ. അത് പ്രത്യേകം പറയേണ്ടതാണ്. പരസ്യമാക്കാതെ അത് നിർമ്മിച്ചു വെച്ച കുറേ നാടുകളുണ്ടാകും. ഇത് അവർ മാത്രം കൈകാര്യം ചെയ്യേണ്ടതാണെന്നും അവരുടെ വിരോധികൾ ഇനി ആ ഒരു രീതിയിലേക്ക് വളരാൻ പാടില്ലെന്നും തീരുമാനിക്കാൻ ആരാണ് ഇവർക്കൊക്കെ അധികാരം കൊടുക്കുന്നത്? അണവായുധ ലോകത്ത് ഒരാളുടെ കയ്യിലും ഉണ്ടാവരുത്. നമുക്കറിയാം, അണുവിനെ വിഘടിപ്പിക്കാൻ വേണ്ടി പഠിപ്പിച്ച സർ ആൽബർട്ട് ഐൻസ്റ്റീൻ പിന്നീട് അതേക്കുറിച്ച് വല്ലാതെ ഖേദം പ്രചരിപ്പിക്കുന്നുണ്ട്. ഹിരോഷിമയിലും നാഗസാക്കിയിലും അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലിൻ്റെ ഭാഗമായി അണുബോംബ് വർഷിക്കുകയും ലക്ഷക്കണക്കിന് മനുഷ്യർ എന്തിനാണ് മരിച്ചു പോകുന്നത് എന്നുള്ള ബോധം പോലും ഇല്ലാതെ നേരം വെളുത്തപ്പോഴേക്ക് ശവമായി തീർന്നതും ഇന്നും അതിൻ്റെ കെടുതി ആ നാട്ടുകാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും നമ്മുടെ മുമ്പിലുണ്ട്. പച്ച മനുഷ്യർ തൻ്റെ കണ്ടെത്തൽ കൊണ്ട് ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടത്, നിരവധിയായ കുഞ്ഞുങ്ങളും വൃദ്ധരും രോഗികളും ഈ അണുവായുധം ശ്വസിച്ച് മരണത്തെ പുൽകിയത് കണ്ടിട്ട് അങ്ങനെ ഒരു കണ്ടെത്തൽ നടത്താൻ പാടില്ലായിരുന്നുവെന്ന് അദ്ദേഹം വിലപിച്ചതിനെ കുറിച്ച് വായിച്ചിട്ടുണ്ട്. ഇതൊരു നാട്ടിലുണ്ടാവാൻ പാടില്ല. അത്രക്കും മാരകമായ ആയുധമാണിത്. ഈ സംഗതി ഉള്ള ആളുകൾ സംഘടിച്ച് ഇനി വേറെ ആരും അതുണ്ടാക്കാൻ പാടില്ലെന്ന് തിട്ടൂരമിറക്കുന്നു. എന്നാലും അങ്ങനെ ആവട്ടെ എന്ന് കരുതി ഇറാൻ ഇതിൻ്റെ മുന്നേ അങ്ങനെ ഒരു ഈ ആണവ വിരുദ്ധമായ കരാറിൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആകുന്ന ഒബാമയുമായി ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു, ബരാക് ഒബാമയുമായി. പക്ഷെ വലിയൊരു കച്ചവടക്കാരനാവുന്ന ട്രംപ് ഇതിൻ്റെ മുന്നേ അമേരിക്കയിൽ ഭരണത്തിലേറിയപ്പോൾ ഏകപക്ഷീയമായി ആ അണുവായുധ നിർമ്മാണ വിരുദ്ധ കരാറിൽ നിന്ന് അയാൾ പിൻവാങ്ങി. എന്തിനാണ്? ലോകരാജ്യങ്ങൾ അംഗീകരിക്കുന്ന അന്വേഷണ സംഘത്തെ പലപ്പോഴും ഇറാനിലേക്ക് കൊണ്ടുപോവുകയും അവരുടെ എല്ലാ ആയുധ ഇടങ്ങളും അവർക്ക് പരിശോധിക്കാൻ സമ്മതം കൊടുക്കുകയും അതൊക്കെ പരിശോധിച്ച് സത്യസന്ധമായി ഇറാൻ ഇപ്പോൾ യുറേനിയത്തിൻ്റെ പരിപാടിയിൽ ഇല്ലെന്ന് UN-ന്റെ സംഘം, സമാധാന സംഘമൊക്കെ പല ആവർത്തി ലോകത്തോട് വിളിച്ചു പറഞ്ഞതാണ്. അങ്ങനെ പോയാൽ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് ഇറാനിനെ നശിപ്പിക്കാൻ പറ്റില്ലെന്ന് ഈ അമേരിക്കക്കറിയാം. അതുകൊണ്ട് ഭൂലോക കച്ചവടക്കാരനാകുന്ന അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഒബാമ സംഘടിപ്പിച്ച ആ അണുവായുധ വിരുദ്ധ കരാറിൽ നിന്ന് പിന്മാറുന്നു. എന്നിട്ട് അദ്ദേഹം ഈ അണുവായുധം സമ്പുഷ്ടീകരണം ഇറാനിൽ നടക്കുന്നു എന്ന് പതിയെ പ്രചരിപ്പിച്ചു തുടങ്ങുന്നു. ഏറ്റവും ലാസ്റ്റ് ഒമാനിന്റെ നേതൃത്വത്തിൽ മധ്യസ്ഥതയിൽ അമേരിക്കയും ഇറാനും തമ്മിലൊരു ചർച്ച നടക്കുകയാണ്. എന്തിന്? നിരായുധീകരണത്തിന്. മാരകമെന്ന് അവർ പറയുന്ന ആയുധങ്ങളൊന്നും ഇനി ഇറാൻ സംഘടിപ്പിക്കാൻ പാടില്ല, നിർമ്മിക്കാൻ പാടില്ല. ഒന്ന്, അണുവായുധം പോകട്ടെ, വൈദ്യുതി ആവശ്യങ്ങൾക്കും മറ്റും വേണ്ടി പോലും യുറേനിയൻ സമ്പുഷ്ടീകരണം അവർ നടത്താൻ പാടില്ല.
ഈ കരാറ് വളരെ പെട്ടെന്ന് ഒപ്പുവെക്കണമെന്ന് പറഞ്ഞിട്ട് അവരുടേതായ രീതിയിൽ, അവർക്ക് അനുകൂലമായ രീതിയിൽ കരാർ എഴുതി നിർമ്മിച്ച് അമേരിക്കക്കാരൻ ഇറാനോ വെല്ലുവിളിക്കാണ്, വേഗം വന്ന് ഒപ്പിട്ടോളൂ. 5 വട്ടം ഒമാനിന്റെ നേതൃത്വത്തിൽ സംബന്ധമായ ചർച്ച വന്നു. തീർത്തും ഏകപക്ഷീയമായ കരാർ അടിച്ചേൽപ്പിക്കുന്നത് ഒരു രാഷ്ട്രവും സമ്മതിക്കില്ല, ഇറാനും അത് സമ്മതിച്ചില്ല. 6ാം വട്ടം അത് സംബന്ധമായ ചർച്ച നടക്കാനിരിക്കുമ്പോൾ അത് ഏകദേശം പാസ്സാവുമെന്നും ഇറാൻ ഈ അണുവായുധ നിർമ്മാണത്തിൽ നിന്ന് പിന്മാറുമെന്നും ഉറപ്പെത്തിയ ഒരു സന്ദർഭത്തിൽ അമേരിക്കയുടെ വിലക്ക് പോലും മാനിക്കാതെ ഇറാനിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ഒരു പ്രകോപനവുമില്ലാതെ ബോംബിംഗ് നടത്തുന്നു, മിസൈൽ ആക്രമണം നടത്തുന്നു. ഇതെന്തിനാണ്? ഈ അണുവായുധ നിർമ്മാണത്തിൽ നിന്ന് ഇറാൻ പിന്മാറിയെന്ന് പറഞ്ഞാൽ ആ നാടിനെ നശിപ്പിക്കാൻ വേറെ മാർഗമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് 6ാം വട്ട ചർച്ച നടക്കരുത്. ഈ ഒരു കരാറിൽ അമേരിക്കയോടൊപ്പം ഇറാൻ ഒപ്പുവെക്കരുത്. ഇതില്ലാതാക്കാൻ വേണ്ടി യാതൊരു പ്രകോപനവുമില്ലാതെ അവരുടെ അഭിമാന കേന്ദ്രങ്ങളിൽ ഇവർ മിസൈൽ പതിപ്പിക്കുന്നു. സ്വാഭാവികമായും അവർ തിരിച്ചും മിസൈൽ വിടുന്നു. പശ്ചിമേഷ്യ അശാന്തമായിരിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആകെ മൊത്തം ടോട്ടൽ പരിശോധിച്ചാൽ ഞങ്ങളെ നാട്ടുകാർ സമ്പൂർണമായി സുരക്ഷിതരാണെന്നും ഒരാളെയും എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ഞങ്ങളെ ഇസ്രായേലിൽ സാധ്യമല്ലെന്നും ജനങ്ങൾ മുതൽ ഭരണാധികാരികൾ വരെയും തെറ്റിദ്ധരിച്ചിരുന്നു. അവരുടെ ആ ധാരണയെ സമ്പൂർണമായി തിരുത്താനും ടെലവീവിൻ്റെ ചിത്രം കാണാനുണ്ട്. ഇപ്പോൾ അവരവരുടെ നാട്ടുകാർക്ക് നിർദ്ദേശം കഠിനമായി നൽകി കഴിഞ്ഞു. നമ്മുടെ നാട്ടിലെ ബോംബിങ് വഴിയുള്ള ഈ നഷ്ടങ്ങളോ നാശങ്ങളോ വീഡിയോ പിടിക്കരുത്, ഫോട്ടോ പിടിക്കരുതെന്ന്. എന്നാലും പുറത്തു വന്ന കുറച്ച് ചിത്രങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ടെലവീവൊക്കെ തകർന്ന് തരിപ്പണായി കിടക്കുകയാണ്. എത്രയാൾ മരിച്ചു എന്നതിൻ്റെ കണക്ക് പുറത്തു വരുന്നില്ല. 15 മരണം അവർ സമ്മതിക്കുന്നുണ്ട്. 200-ലധികം ആളുകൾ ആശുപത്രിയിലായിട്ടുണ്ട്. അവരുടെ ഭരണകൂടം എല്ലാവരും ഈ ബങ്കറിൽ പോയി ഒളിച്ചു നിന്നോളൂ, പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശ്മശാനമുഖത തളം കെട്ടി നിൽക്കുന്നു ഇസ്രായേലിൽ. ആരും ആരെയും അറിയുന്നില്ല, ആരും പുറത്തിറങ്ങുന്നില്ല. പേടിച്ച് ഓരോ നിമിഷവും അരണ്ട ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നു ഓരോ മനുഷ്യരും, ഭരണാധികാരും, മന്ത്രിമാരും. പ്രധാനമന്ത്രി അവിടെ ഇല്ലെന്നാണ് കേൾക്കുന്നത്. അയാൾ ഗ്രീസിന്റെ തലസ്ഥാനമാകുന്ന എഥൻസിലേക്ക് രക്ഷപ്പെട്ടു എന്ന്. ഓരോ മനുഷ്യരും ഭയപ്പെട്ട് ജീവിക്കുന്നു, നിന്ദ്യമായി ജീവിക്കുന്നു. ദുരിബത്ത് അലൈഹിമുൽ ദില്ല, ജൂതന്മാർക്ക് മുകളിൽ നിന്ദ്യത എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്ന ഖുർആനിന്റെ വചനം നമുക്ക് നേർക്കുനേർ കാണാനാകുന്നു. ഓരോ ജൂതനും ഭയന്ന് നിന്ദ്യതയോടുകൂടെ ഏതോ ഒരു മടയിൽ ഇങ്ങനെ ഒളിച്ചു നിന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഏറ്റവും വലിയ വരുമാന മാർഗം ആയുധ കച്ചവടമാണ്. അവരുടെ ആയുധങ്ങൾ പലസ്തീനിന് മുകളിൽ ചെരിഞ്ഞു തന്നെയും വലിയ ഒരു ശതമാനം നഷ്ടപ്പെട്ടിരിക്കുന്നു. വിവിധ രീതികളിൽ നിന്ന് അവരെ നാട്ടിലേക്ക് വരുന്ന മിസൈലുകളെയും റോക്കറ്റുകളെയും പ്രതിരോധിക്കാൻ ആൻഡോം പോലെയുള്ള വലിയ ചെലവ് വരുന്ന ഉപകരണങ്ങളെ ഉപയോഗപ്പെടുത്തി സാമ്പത്തികമായി കുത്തുപാളെടുത്തുകൊണ്ടിരിക്കുന്നു. അവരുടെ ഏറ്റവും വലിയ 2ാമത്തെ വരുമാനം കൃഷിയാണ്. ഒരു വർഷത്തിലേറെയായി ജനങ്ങൾ കലപ്പ പിടിച്ചിട്ട് കൃഷി നടന്നിട്ട് വ്യാപകമായ രീതിയിൽ വ്യവസ്ഥാപിതവും വ്യവസായികവുമായ രീതിയിൽ അത് ജോർദാനിലേക്ക് കൊണ്ടുപോയി മേഡ് ഇൻ ജോർദാൻ എന്ന് പറഞ്ഞ അറബി നാടുകളിലേക്ക് കയറ്റിവിട്ടാണ് അവർ ധാരാളമായി പണം സ്വരൂകൂട്ടുന്നത്. അതിൻ്റെ മാർഗം സമ്പൂർണ്ണമായി അടഞ്ഞുപോയിരിക്കുന്നു. നിന്ദ്യതയുടെ മേൽ നിന്ദ്യമായി ശ്മശാന മൂകതയോടുകൂടെ ടെലവീവും മറ്റു പട്ടണങ്ങളും തകർന്ന് തരിപ്പണായി കിടക്കുന്നു. അവിടെ ചില ഈ തുറമുഖ രാജ്യങ്ങൾ 100% ഇല്ലാതെയായെന്ന് റിപ്പോർട്ട് വരുന്നു. ഗസയിലെ കുഞ്ഞുമക്കൾ അനുഭവിച്ച വേദനയും കരച്ചിലും ഓടലും പട്ടിണിയും എല്ലാ അർത്ഥത്തിലും സുരക്ഷിതരാണെന്ന് തെറ്റിദ്ധരിച്ച ഇസ്രായേലും അവിടെയുള്ള ആളുകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കതിൽ ഒരു സന്തോഷമില്ല, അത് പറ കാര്യം. മനുഷ്യർ എവിടെയും പീഡിപ്പിക്കാൻ പാടില്ല, മനുഷ്യരെവിടെയും വിഷമത്തിലേക്ക് പോകാൻ പാടില്ല, പട്ടിണി കിടക്കാൻ പാടില്ല, കുഞ്ഞുമക്കളും സ്ത്രീജനങ്ങളും ഒരർത്ഥത്തിൽ ഉപദ്രവിക്കപ്പെടാൻ പാടില്ല. പക്ഷേ അത് ലോകത്ത് മൊത്തം നടന്ന് വിതരണം ചെയ്യുന്നവർ അതൊന്ന് അനുഭവിക്കുന്നതിൻ്റെ ഒരു സന്തോഷം ലോകത്തുനിന്ന് നിലനിൽക്കുന്നു. പലസ്തീൻ മക്കൾ തെരുവിലേക്ക് പ്രകടനവുമായി പുറത്തിറങ്ങുന്നു.
നമ്മൾ ആലോചിച്ച് നോക്കുക, എന്തെങ്കിലും ന്യായം പറഞ്ഞുണ്ടാക്കുക. അവർ തീരുമാനിക്കണം ഞങ്ങൾ 4-5 രാജ്യങ്ങൾക്ക് മാത്രമേ അണുവായുധം പാടുള്ളൂ എന്ന്. ആരാണ് അതിന് അവർക്ക് അധികാരം നൽകിയത്? ആയിരക്കണക്കിന് അണുവായുധങ്ങൾ നിർമ്മിച്ചു വെച്ചാണ് വൈദ്യുതി ആവശ്യങ്ങൾക്ക് പോലും ഇറാൻ ഭരണകൂടം യുറേനിയം സമ്പുഷ്ടീകരണം നടത്താൻ പാടില്ലെന്ന് അവർ തിട്ടൂരം വെക്കുന്നത്. ആദ്യമേ തീരുമാനിക്കുകയാണ് ഇറാന്റെ കയ്യിൽ അത്ര മാരകമായ വെപ്പൺസ് വരാൻ പാടില്ല, അവർ മോശപ്പെട്ടവരാണ്. സദ്ദാം ഹുസൈൻ ധീരമായി ഭരിച്ചൊരു രാജാവായിരുന്നു, ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തിന്റെ കാലത്ത് ഇറാഖ് അഭിവൃദ്ധിയിലേക്ക് പോയിരുന്നു. എല്ലാ അർത്ഥത്തിലും അമേരിക്കയുടെ പാട്രിയറ്റിനെയൊക്കെ തകർക്കുന്ന ആയുധങ്ങൾ അദ്ദേഹം വികസിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ മനുഷ്യൻ എങ്ങനെയാണ് കൊന്നുകളഞ്ഞത്? എത്ര നീതിയോടുകൂടെയാണ് അവർ കൊന്നുകളഞ്ഞതെന്ന് ആലോചിക്കണ്ടേ? നീതിയുടെ ഒരു അംശം പോലും, ഒരു ചെറിയ ശതമാനം പോലും തൊട്ട് തീണ്ടാതെ ഒരു പരമാധികാര രാജ്യത്തെ ഇല്ലാതെയാക്കി. എന്നിട്ട് ക്ലസ്റ്റർ ബോംബുകൾ കാരണം ആ ഇറാഖ് എന്ന നാട് ജീവിതയോഗ്യം പോലും അല്ലാതായി മാറി പലയിടങ്ങളും. ആ മനുഷ്യരെ പിടികൂടി ലോക മുസ്ലിങ്ങളെ മൊത്തം അപമാനിക്കാൻ വേണ്ടി ഒരു വലിയ പെരുന്നാൾ ദിവസത്തിൽ അദ്ദേഹത്തെ തൂക്കിക്കൊന്നു. ഷേളിവാസുവിന്റെ പോസ്റ്റ്മോർട്ടം ടേബിൾ എന്ന പുസ്തകത്തിൽ അവർ പറയുന്നുണ്ട്, പണ്ടൊരു DGP അവരെ വിളിച്ചു അത്രേ. ഒരു കിണറിൽ ആത്മഹത്യ നടന്നു. കിണറിന്റെ ആ കപ്പി കെട്ടുന്ന ബാറിൽ തൂങ്ങി ഒരു സഹോദരി മരണപ്പെട്ടു. പക്ഷേ അവരുടെ ബോഡി കിണറിൽ 2 കഷ്ണമായിട്ട് വീണുപോയി. തല ഒരു വശത്തും അവരുടെ ഈ മറ്റു ഭാഗം മറ്റൊരു വശത്തും. ഇത് കൊലപാതകമാണെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. ആ സമയത്താണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പത്തോളജി വിഭാഗം മേധാവി പോസ്റ്റ്മോർട്ടവും അതിൻ്റെ എല്ലാ പരിപാടികളും ശരിക്കറിയാവുന്ന ഡോക്ടർ ഷേളിവാസുവിനെ ഈ പോലീസ് ഓഫീസർ വിളിക്കുന്നത്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ തൂങ്ങി ആത്മഹത്യ ചെയ്യുന്ന ആളുടെ തല വേർപ്പെടാനുള്ള സാധ്യതയുണ്ടോ എന്ന് അവർക്ക് അന്ന് അങ്ങനത്തെ ഒരു റിപ്പോർട്ട് അവരുടെ മുമ്പിലില്ല. ഷേളിവാസുവിൻ്റെ അവരന്ന് ആ പോലീസ് ഓഫീസറോട് നടത്തിയ ഒരു പരാമർശം, പുതിയ കയറും ആഴത്തിലേക്ക് വീഴലുമാണെങ്കിൽ എന്തുകൊണ്ടത് സംഭവിച്ചുകൂടാന്നായിരുന്നു. പുതിയ കയർ, മൂർച്ചയുള്ള കയർ, ആഴത്തിലേക്ക് ചാടൽ, ഇതാണെങ്കിൽ എന്തുകൊണ്ടത് സംഭവിച്ചുകൂടാ എന്നായിരുന്നു അവരുടെ പോസ്റ്റ്മോർട്ടം ടേബിൾ എന്ന പുസ്തകത്തിൽ അവർ എഴുതുന്നുണ്ട്. ഞാനാ പറഞ്ഞ നിഗമനത്തെ സാധൂകരിച്ചു സദ്ദാം ഹുസൈനിന്റെ മരണം എന്ന്. ആണായി നിന്നു അദ്ദേഹം. അമേരിക്ക സംഘടിപ്പിച്ച പാവക്കോടതി അദ്ദേഹത്തെ ചോദ്യം ചെയ്തു. ആ സമയത്തെല്ലാം അമീറു ഇറാഖ്, ഞാനാണ് ഇറാഖിന്റെ അമീർ എന്നയാൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. ആ മനുഷ്യനെ ക്രൂരമായി വലിയ പെരുന്നാളിന്റെ ദിവസത്തിൽ തൂക്കിക്കൊല്ലുമ്പോൾ ആഴത്തിലേക്ക് വീഴുകയും പുതിയ കയറാകുകയും ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ തല വേർപ്പെട്ടു പോയി. അത് ഷേളിവാസു വിശദീകരിക്കുന്നുണ്ട്. ഞാൻ അന്നാ പറഞ്ഞ നിഗമനത്തെ സാധൂകരിച്ചു ഇത് എന്നും പറഞ്ഞിട്ട്. എല്ലാം കഴിഞ്ഞ് ആ നാട് പൂർണ്ണമായും ഇല്ലാതെയായി. 10 ലക്ഷത്തിലധികം മനുഷ്യർ കൊല ചെയ്യപ്പെട്ടു. ഈ ക്രൂരമായ സംഹാര താണ്ഡവമൊക്കെ കഴിഞ്ഞപ്പോൾ അന്നത്തെ വലിയ ബുഷായിരുന്ന ജോർജ് W. ബുഷ് പറഞ്ഞു, അവരുടെ കയ്യിൽ അങ്ങനത്തെ ആയുധങ്ങളൊന്നുമില്ല, ഞങ്ങൾക്ക് അതേക്കുറിച്ച് റിപ്പോർട്ടും അറിയില്ല. പിന്നെ എന്തുകൊണ്ട് ഞാനത് ചെയ്തു? എന്നോട് കർത്താവ് അങ്ങനെ ചെയ്യാൻ കൽപ്പിച്ചു എന്നായിരുന്നു. ഈ ക്രൂരതയുടെ പേരാണ് അമേരിക്ക. കർത്താവ് അങ്ങനെ ചെയ്യാൻ കൽപ്പിച്ചു. ലോകത്തിന് ഭീഷണിയാകുന്ന ഏതൊക്കെയോ ആയുധം ചില രാജ്യങ്ങളുടെ കയ്യിലുണ്ടെന്ന് അങ്ങോട്ട് പറയാം. ആ ഒരൊറ്റ കാരണം മുന്നിൽ വെച്ച് ആ നാട് കുട്ടിച്ചോറാക്കുക. അന്ന് ബ്രിട്ടന്റെ പ്രധാനമന്ത്രി പറഞ്ഞു, അമേരിക്ക പറഞ്ഞത് വിശ്വസിച്ചാണ് ഞങ്ങളൊപ്പം കൂടിയത് എന്ന്. ഒരു അന്വേഷണം ഒന്നും നടത്തണ്ടേ? അവർക്കൊന്നും ഇത് സംബന്ധമായി യാതൊരുവിധ അന്വേഷണം നടത്താനുള്ള സംവിധാനങ്ങളുമില്ലേ? സദ്ദാം എത്ര പ്രാവശ്യം വിളിച്ചു പറഞ്ഞു, നിങ്ങളാ പറയുന്ന മാരകമായ ആയുധം എൻ്റെ കയ്യിലില്ല, എൻ്റെ ആയുധപ്പര തുറന്നു തരാം, നിങ്ങൾക്ക് പരിശോധിക്കാമെന്ന്. നീ പറഞ്ഞാൽ പറ്റൂല, നീ തുറന്നു ഞങ്ങൾ പരിശോധിച്ചാലും പറ്റൂല, ഞങ്ങളത് തച്ച് തകർക്കുമെന്ന ക്രൂരമായ തീരുമാനം എടുക്കുകയായിരുന്നു അന്ന് ലോക പോലീസുമാരാകുന്ന രാജ്യങ്ങളൊക്കെ ചെയ്തത്. സമാനം ഇറാനിലേക്ക് പറ്റുന്നു. നിങ്ങൾ ആണവ സമ്പുഷ്ടീകരണം നടത്താൻ പാടില്ല, എന്നാൽ ഞങ്ങൾ കരാറിൽ ഒപ്പിടാന്ന് പറയുമ്പോൾ കരാറിൽ ഒപ്പിടാനുള്ള സാവകാശമൊന്നും തരൂല, അതിൻ്റെ മുന്നേ ഞങ്ങൾ അടിച്ചിരിക്കുമെന്ന് പറയാം. അഹങ്കാരത്തിൻ്റെയും നകളിപ്പിൻ്റെയും മൂർധന്യതയിൽ നിന്ന് ഇസ്രായേൽ. നമ്മുടെ നാട്ടിലൊക്കെ ഒരു കഥയറിയാതെ ചില ക്രൈസ്തവ സഹോദരന്മാരൊക്കെ ഇസ്രായേലിനങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എന്ന് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുക.
യഹോവയുടെ കരങ്ങളെപ്പറ്റി ബൈബിളിലൊക്കെ ഉള്ള കുറേ സംഗതികൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ആരാണ് ഈ ക്രൈസ്തവരും ആരാണ് ഈ ജൂതന്മാരും? അവർ തമ്മിലുള്ള ചരിത്രത്തിലെ ബന്ധം എന്താണ്? ജൂതന്മാർ ഞങ്ങളെ ബൈബിളിൻ്റെ ആൾക്കാരാണെന്നും പറഞ്ഞിട്ട് പഴയ നിയമത്തെ പൊക്കി പിടിക്കുന്നു, ഞങ്ങളും അവരൊന്നും പറഞ്ഞിട്ട് അത് ഞങ്ങളുടെ ആളുകളാണ്, അവരെന്ത് വലിയ ഉഷാർ നടത്തിയാലും ഞങ്ങളതാണെന്ന് പറഞ്ഞ് പുളകം കൊള്ളുന്ന കാസക്കാരറിയണം, നിങ്ങളുടെ ദൈവത്തെ, നിങ്ങളുടെ ത്രിയേക ദൈവത്തിലെ പ്രധാനാണത്വമാകുന്ന യേശു ക്രിസ്തുവിനെ തൂക്കിക്കൊന്നവരാണിവർ, കുരിശ് തറച്ചു കൊന്നവരാണവർ. അന്നു മുതൽ ഇതുവരെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു ദശാസന്ധിയിൽ ജൂതന്മാർ ക്രൈസ്തവരുടെ സഹായികളായി നിന്നിട്ടുണ്ടോ? ഇല്ല. ക്രൂരമായി പീഡിപ്പിച്ചിട്ടില്ലേ? ഓരോ നിമിഷത്തിലും ഉണ്ട്. നിങ്ങൾ ദൈവമെന്ന് പറഞ്ഞ് പൊലിപ്പിച്ച് കാണിക്കുന്ന യേശു ക്രിസ്തുവിനെ കുരിശിൽ തറച്ച് പിലോത്തോസിനെ സോപ്പിട്ട് അയാളുടെ അധികാരം ദുരുപയോഗം ചെയ്ത് കുരിശ് തറച്ചു കൊന്നവർ. എന്താണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങളുടെ വിശ്വാസം? അദ്ദേഹം ദൈവമാണെന്ന്, ദൈവത്വത്തിലെ ആളത്വമാണെന്ന്. യഹോവയും പരിശുദ്ധാത്മാവും കർത്താവാകുന്ന യേശുവും അടങ്ങുന്ന സംയുക്ത ദൈവത്തെ വിശ്വസിക്കുന്ന ക്രൈസ്തവർ, ദൈവത്വത്തിലെ പ്രധാന ആളത്വമാകുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ച് ജൂതന്മാരെന്ത് പറയുന്നു? വ്യഭിചാരപുത്രൻ എന്ന്. വ്യഭിചാരപുത്രൻ എന്ന്. ഈ വ്യഭിചാരപുത്രനാകുന്ന യേശു ക്രിസ്തുവിനെ കൊല്ലാൻ വേണ്ടി ജീവിതകാലത്ത് അവർ എത്രമേൽ അധ്വാനിച്ചു. അദ്ദേഹത്തിന്റെ പ്രബോധനം മുടക്കാൻ വേണ്ടി കല്ലെടുത്തെറിയുന്നില്ലേ? എൻ്റെ എന്ത് വീര്യപ്രവൃത്തി കണ്ടാണ് നിങ്ങൾ എന്നെ കല്ലെടുത്തെറിയുന്നത് എന്ന് യേശു ചോദിക്കുന്നില്ലേ? യോഹന്നാൻ സുവിശേഷത്തിന്റെ 10-ാം അധ്യായത്തിൽ എന്തായിരുന്നു ജൂതന്മാരുടെ മറുപടി? നിന്റെ വീര്യപ്രവൃത്തി കണ്ടിട്ടല്ല, നീ നിന്നെ തന്നെ ദൈവമാക്കുന്നു, അതുകൊണ്ടാണ് എന്നാണ്. യെരൂശലേം ദേവാലയത്തിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയിട്ടില്ലേ? അദ്ദേഹം പല ഘട്ടങ്ങളിലും ദുഃഖിച്ച് കരയുന്നില്ലേ? അദ്ദേഹം പല തോട്ടങ്ങളിലും ഒളിച്ചു നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവമേ ദൈവമേ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കിത്തരണമേ എന്ന് പറയുന്നില്ലേ? ചരിത്രത്തിൽ ഇന്നോളം ഒരൊറ്റ സന്ദർഭത്തിൽ പോലും ജൂതന്മാരോടൊപ്പം നിൽക്കാത്തവർ ഈ ആധുനിക കാലത്ത് ഒന്നിച്ചു ചേർന്ന് പരിശുദ്ധ വിശ്വാസികളെ, മുസ്ലിങ്ങളെയും അവരുടെ സംസ്കാരങ്ങളെയും തകർത്തില്ലാതാക്കാൻ ശ്രമിക്കുന്നു. എന്നിട്ട് നമ്മുടെ നാട്ടിൽ കാസക്കുഞ്ഞുങ്ങളൊക്കെ ഗംഭീരമായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് അവർ അവരുടെ ഗ്രൂപ്പുകളിൽ വ്യാപകമായ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുക. ഈ ക്രൂരതയെ നീതി കൊണ്ടാണ് നേരിടേണ്ടത്. പരിശുദ്ധ ഇസ്ലാം ലോകത്തിന് നീതി പഠിപ്പിച്ചു കൊടുക്കുന്നു. ഖുർആനിലേക്ക് നമുക്ക് വരാം. നിരവധിയായ സൂക്തങ്ങളിൽ ഖുർആൻ നീതിയെക്കുറിച്ച് ധാരാളമായി സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. നമ്മളൊക്കെ എല്ലാ ജുമായിലും ഖുത്ബയ്ക്കിടയിൽ കേൾക്കുന്ന ഒരായത്ത്, അത് മാത്രം വിശദീകരിക്കാനേ സമയം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ വൽ ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗ്യ് യഅ്ലുക്കും ലഅല്ലക്കും തദക്കറൂൻ. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ, നീതി നിലനിർത്തണമെന്നാണ് അല്ലാഹു കൽപ്പിക്കുന്നത്. വൽ ഇഹ്സാൻ, നന്മയും. വഇതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗ്യ്, നിങ്ങളുടെ കുടുംബ ബന്ധുക്കൾക്കും സാധുജനങ്ങൾക്കും സഹായം ചെയ്യണമെന്ന് അല്ലാഹു കൽപ്പിക്കുന്നു. കൊല്ലണം എന്നല്ല, പട്ടിണി കിടക്കരുത് എന്ന് കൽപ്പിക്കുന്നു, പട്ടിണിക്ക് വിടരുതെന്ന് കൽപ്പിക്കുന്നു. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറക്കരുതെന്ന് പറയുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള വലിയ ധാരാളിത്തം കാണുമ്പോൾ പലസ്തീനിലെ മക്കൾ പട്ടിണി കിടക്കുകയാണെന്ന ബോധം നിങ്ങളിൽ ഉണ്ടാകണമെന്ന് കൽപ്പിക്കുന്നു. 40 വീടിൻ്റെ ചുറ്റുഭാഗവും, നമ്മുടെ വീടിൻ്റെ ചുറ്റുഭാഗത്തുള്ള 40 വീടുകൾ അയൽവാസികളാണെന്നും അവിടെ ആരും പട്ടിണി കിടക്കരുതെന്നും പരിശുദ്ധ മതം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നന്മ ചെയ്യണം, പാവപ്പെട്ടവരെ സഹായിക്കണം. വയൻഹാനിൽ ഫഹ്ശാ, വൃത്തികേടുകളെ നിരോധിക്കണം, മാറി നിൽക്കണം. വൽ മുങ്കർ, വിരുദ്ധങ്ങളെയും. വൽ ബഗി, തോന്നിവാസങ്ങളെയും. ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കണം. 100% അതിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം. എന്നിട്ട് നന്മയുടെ ആളുകളാവണം. യഅ്ലുക്കും ലഅല്ലക്കും തദക്കറൂൻ, അല്ലാഹു നിങ്ങളോട് ഉപദേശം നടത്തുന്നത് നിങ്ങളൊക്കെ നല്ലവരായി തീരാൻ വേണ്ടിയാണ്, ഉദ്ബോധനമുള്ളവരായി തീരാനാണ്, ചിന്താശേഷിയുള്ളവരാണ് ആവാനാണ്. പരിശുദ്ധ ഖുർആൻ പലയിടങ്ങളിൽ നമ്മളോട് ഈ കാര്യം പറയുന്നുണ്ട്. വജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തും മിസ്ലുഹാ ഫമൻ അഫാ വഅസ്ലഹ വഅജ്റുഹു അലല്ലാഹ്. സൂറത്ത് ശൂറയുടെ 40-ാമത്തെ വാക്യം അങ്ങനെയാണ്. ജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തും മിസ്ലുഹാ, ചീത്ത ചെയ്താൽ അതിൻ്റെ ഫലവും ചീത്തയായിരിക്കും. ആരെങ്കിലും വിട്ടുവീഴ്ച ചെയ്യുകയും നന്മ പ്രവർത്തിക്കുകയും ചെയ്താൽ അതിൻ്റെ പ്രതിഫലം പടച്ച റബ്ബ് നൽകുക തന്നെ ചെയ്യും. ഖിസാസിനെ പറ്റി പറയുന്നിടത്തും ഫമൻ തസദ്ദഖ ബിഹി വഹുവ കഫാറത്തുൻ ലഹ്,
നന്മ ചെയ്യുന്നതിനെക്കുറിച്ച്, സദക്ക ചെയ്യുന്നതിനെക്കുറിച്ച്, വിട്ടുവീഴ്ച ചെയ്യുന്നതിനെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ ധാരാളം നമ്മളോട് പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല, നിങ്ങൾ എത്ര വലിയവരാണെങ്കിലും ഏതൊക്കെ രീതിയിൽ ജീവിക്കുന്നവരാണെങ്കിലും അനീതിയോടെ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് അധികാരമില്ലെന്ന് പറയുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ നിങ്ങൾ നീതി ചെയ്യണമെന്ന് പലയിടങ്ങളിൽ നമ്മളോട് കൽപ്പിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത്. നീതിക്ക് സാക്ഷികളായി നിങ്ങളെല്ലാവരും അള്ളാഹുവിൻ്റെ ആളുകളായി നിലകൊള്ളണം. അള്ളാഹുവിൻ്റെ ആളുകളുടെ വിശേഷണമാണ് നീതിക്ക് അവർ സാക്ഷികളാവുക. ശുഹദാഅ ബിൽ ഖിസ്ത്, നീതി കൊണ്ട് അവർ സാക്ഷ്യം വഹിക്കണം. അവരുടെ ജീവിത വൃത്തികൾ, അവരുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും നീതിപൂർണമായിരിക്കണം. അത് വിവാഹ ജീവിതത്തിലും, മക്കളോടുള്ള ജീവിതത്തിലും, കച്ചവട ജീവിതത്തിലും, വ്യവസായത്തിലും, ജോലിയിലും, അവരുടെ ചിന്തയിലും അവരുടെ പ്രവൃത്തിയിലും നീതി ഉണ്ടാകണം. ഒരാൾക്കും നമ്മളെ കൊണ്ട് ഉപദ്രവം ഉണ്ടാവരുത്. വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു. ഒരു സമൂഹത്തോട്, ഒരു നാടിനോട്, ഒരു മനുഷ്യരോട്, ഒരു സമൂഹത്തോട്, ഒരു വ്യക്തിയോടുള്ള വിദ്വേഷം, അനീതി ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ. എത്ര മനോഹരാണ് ഖുർആനിൽ പറയണത്. ആരോടെങ്കിലുമുള്ള വിദ്വേഷം നിങ്ങളെ അനീതി ചെയ്യാൻ പ്രേരിപ്പിക്കരുത്. പിന്നെ നിങ്ങൾ നീതിക്ക് സാക്ഷികളായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ആളുകളായി നിലകൊള്ളണം, അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളണം. ഒരാളോടുമുള്ള വിദ്വേഷം, ഒരു പ്രസ്ഥാനത്തോടുള്ള വിദ്വേഷം, അനീതി ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ. എഴുതിലൂ, അതുകൊണ്ട് നീതി ചെയ്യൂ, നീതി പ്രവർത്തിക്കൂ, എല്ലാവരെയും സമഭാവനയോടുകൂടെ ഉൾക്കൊള്ളൂ. എഴുതിലൂ ഹുവ അഖ്റബു ലിത്തഖ്വ, അതാണ് തഖ്വയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. വിശ്വാസിയെ വിജയിപ്പിക്കാൻ, വിശ്വാസിയുടെ ജീവിതം വിജയിക്കാൻ ഏറ്റവും ആവശ്യമുള്ളത് തഖ്വയാണ്. ഈ തഖ്വയോട് ചേർത്തിയാണ് റബ്ബ് തആല ഈ സൂക്തത്തിൽ നീതിയെക്കുറിച്ച് പറയുന്നത്. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. നിങ്ങളുടെ പ്രവൃത്തിയെക്കുറിച്ച് അല്ലാഹുവിന് ശരിക്കറിയാം. സൂറത്ത് മാഇദയുടെ 8-ാമത്തെ വാക്യം. എവിടെയൊക്കെ നമ്മൾ നീതി പാലിക്കേണ്ടതുണ്ട്? പരിശുദ്ധ ഇസ്ലാം അത് ധാരാളമായി നമുക്ക് വിശദീകരിച്ചു തരുന്നു. നീതി നമ്മുടെ ജീവിതത്തിൽ ഉടനീളം വേണമെന്ന് ഖുർആൻ പറയുന്നു. തിരു ഹദീസുകൾ നമ്മളെ അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഖലാഇന്റെ വിഷയത്തിലുള്ള നീതിയെക്കുറിച്ച് ഇസ്ലാം ധാരാളമായി സംസാരിക്കുന്നു. ഖലാഇന്റെ വിഷയത്തിലുള്ള നീതി, വിധി നടത്തുമ്പോഴുള്ള നീതി. ഒരു മനുഷ്യനോടുള്ള അടുപ്പം അവന് അനുകൂലമായി വിധിക്കാൻ ഒരിക്കലും നമ്മളെ പ്രേരിപ്പിക്കാൻ പാടില്ല. ഒരാളോടുള്ള വിദ്വേഷം, സത്യവിരുദ്ധമായി അവരോട് വിധി നടത്താൻ നമ്മളെ പ്രേരിപ്പിക്കാനേ പാടില്ല. ഇസ്ലാമിലെ ഖാദിമാരുടെ നിയമത്തെക്കുറിച്ച് നമുക്കറിയാം. അത് പാലിച്ച മഹാന്മാരാകുന്ന ഖാദിമാരെ കുറിച്ചും പറയാം. ഖാദി ശുറൈഹിനെ പോലെയുള്ള മഹാന്മാർ. ഇബ്നു അബീ ത്വാലിബ് തങ്ങളുടെ ഭരണത്തിന്റെ കാലത്തൊക്കെ പ്രധാന ജഡ്ജി അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തിന്റെ നീതിപൂർണമായ ചില വിധികളെ കുറിച്ച് മുമ്പ് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, ഞാൻ ആവർത്തിക്കുന്നില്ല. ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ സ്വന്തം മക്കളെ സാക്ഷി നിർത്തിക്കൊണ്ട് ജൂതന്റെ കൈവശമുള്ള ആ ഒരു പടയങ്കി തൻ്റേതാണെന്ന് വാദിക്കുന്നു ഖാദി ശുറൈഹിന്റെ കോടതിയിൽ. അത് പിടിച്ചു പറിച്ചെടു കൊണ്ടുപോവാൻ അധികാരമുള്ള, ശക്തിയുള്ള മഹാനുഭാവൻ. അപ്പോഴേക്ക് വിസ്തൃതമായ ഇസ്ലാമിക ഖിലാഫത്തിന്റെ ഭരണകർത്താവ് തൻ്റേതാണെന്ന് ബോധ്യമുള്ള സാധനം എടുത്തുണ്ടായാൽ മതി. ജൂതനൊന്നും ചെയ്യാൻ പറ്റൂല, ജൂതനത് തടയാൻ ഒരിക്കലും സാധ്യമല്ല. എന്നിട്ട് പോലും നീതിപൂർണമാവണം വിധി എന്ന കാരണത്താൽ അലി ബിൻ അബീ ത്വാലിബ് തങ്ങൾ തന്റെ കീഴുദ്യോഗസ്ഥനാവുന്ന ഖാദി ശുറൈഹിന്റെ കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്നു. ജൂതനും അത് സമ്മതിക്കുന്നു. ജൂതൻ അറിയാം ഖാദി ശുറൈഹിന്റെ വിധി നീതിപൂർണമായിരിക്കുമെന്ന്. അലി ബിൻ അബീ ത്വാലിബ് തങ്ങളോട് തെളിവ് ചോദിക്കുകയാണ് ഖാദി ശുറൈഹ്. മഹാനുഭാവൻ പറയുന്നു, എൻ്റെ മക്കളാകുന്ന ഹസനും ഹുസൈനും അറിയാം അതെൻ്റേതാണെന്ന്. ഖാദി ശുറൈഹ് പറഞ്ഞു, താങ്കളുടെ മക്കൾ താങ്കൾക്ക് സാക്ഷി നിന്നാൽ ശരിയാവില്ല, വേറെ സാക്ഷികളുണ്ടോ? എൻ്റെ സഹായിയാകുന്നയാൾ സാക്ഷി നിൽക്കും. ഖാദി ശുറൈഹ് പറഞ്ഞു, അദ്ദേഹവും നിങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളാണ്, അദ്ദേഹത്തിന്റെ സാക്ഷി നമുക്ക് സ്വീകാര്യമല്ല. അവസാനം തൻ്റേതാണെന്ന് കൃത്യമായി ബോധ്യമുള്ള പടയങ്കി ഖാദി ശുറൈഹ് റഹ്മഹുല്ല ജൂതന് വിധി നൽകുന്നു. അത് താങ്കളുടേതാണെന്ന് കൽപ്പിക്കുന്നു, വിധിക്കുന്നു. കാരണം കോടതിയിൽ തെളിവാണ് വേണ്ടത്. അലിയാരുടെ തങ്ങളുടെ കയ്യിൽ തെളിവില്ലായിരുന്നു. ഈ ഒരു വിധി കേട്ട മാത്രയിൽ ക്രൂരനാകുന്ന ജൂതന്റെ മനസ്സിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ ദിവ്യപ്രകാശം പ്രവേശിക്കുന്നു. അദ്ദേഹം അങ്ങനെ ആലോചിച്ചു, ആരാണ് അലി ഇബ്നു അബീ ത്വാലിബ്, ഈ മഹാരാഷ്ട്രത്തിന്റെ ഭരണാധികാരി. അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥൻ അദ്ദേഹത്തിനെതിരെ
വിധി പറഞ്ഞിട്ട് അത് കേട്ട് അക്ഷോഭ്യനായി ഇറങ്ങിപ്പോവുകയാണ് അദ്ദേഹം. എൻ്റെ കയ്യിലുള്ള ഈ സാധനം അദ്ദേഹത്തിൻ്റെതാണെന്ന് എനിക്കും അറിയാം, അയാൾക്കും അറിയാം. ഒരു യുദ്ധമാത്രയിൽ, ഒരു യുദ്ധത്തിന്റെ വേളയിൽ ഞാൻ അത് കൈവശപ്പെടുത്തിയതാണ്, കട്ടെടുത്തതാണ്. അദ്ദേഹത്തിനും അറിയാത്, എനിക്കും അറിയാം. എന്നിട്ട് പോലും വിധി മാനിച്ചുകൊണ്ട് അക്ഷോഭ്യനായി ഇറങ്ങിപ്പോവുകയാണ് ഇസ്ലാമിന്റെ ഖലീഫ. ഇത്രമേൽ വലിയ മഹത്വത്തിലേക്ക് ഇദ്ദേഹം ഉയരുന്ന ഈ ഒരു ആദർശം, അതാണ് ജീവിത വിജയത്തിന് ഏറ്റവും ആവശ്യമെന്ന് ആ മനുഷ്യൻ മനസ്സിലാക്കുന്നു. അദ്ദേഹം മഹാനായ അലി ബിൻ അബി ത്വാലിബിന്റെ അടുത്ത് പോയിട്ട്, ഇത് അങ്ങയുടേതാണ്, ഞാൻ ഇന്ന യുദ്ധത്തിൽ വെച്ചിട്ട് അത് കവർന്നെടുത്തതാണ്, മോഷ്ടിച്ചതാണ്, അത് താങ്കൾ എടുത്തോളൂ, താങ്കളുടെ വിശുദ്ധമാം മതം എനിക്കൊന്ന് പഠിപ്പിച്ചു തന്നാലും. അലി ബിൻ അബി ത്വാലിബ് തങ്ങൾ അദ്ദേഹത്തിന് ഇസ്ലാം പറഞ്ഞു കൊടുക്കുന്നു. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നു. ഈ പടയെങ്കിൽ താങ്കൾ തന്നെ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് ഹലാലായി പൊരുത്തപ്പെട്ട അലിയാർ തങ്ങൾ അത് അദ്ദേഹത്തിന് നൽകുന്നു. നമ്മൾ കുറെ കോടതി വിധികൾ കേൾക്കുന്നുണ്ട്, 10-13 കാരണങ്ങൾ ഇങ്ങനെ പറയാം ഇത് മുസ്ലിങ്ങളുടേതായിരുന്നു എന്നതിന്. മുസ്ലിങ്ങൾ വാദിക്കുന്ന എല്ലാ കാര്യങ്ങളും ആ വിഷയത്തിൽ ശരിയാണെന്ന് പറയാം. അവസാനം ഭൂരിപക്ഷത്തെ മാനിക്കേണ്ടതുണ്ട്, അതുകൊണ്ട് ഇത് അവർക്ക് നൽകാമെന്ന് വിധി വരിക. എത്ര വിധികളാണ് നമ്മൾ അങ്ങനെ കാണുന്നത്. ലോക പോലീസിന്റെ വിധികളെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വിശാലമായ ഫലസ്തീൻ രൂപീകരിക്കാൻ വേണ്ടി ആ പരിസരം മൊത്തം, ഇറാനും ഇറാഖും ജോർദാനും തൊട്ടപ്പുറത്തേക്ക് നീങ്ങിയിട്ട് സൗദിയും മറ്റ് അറേബ്യൻ GCC രാജ്യങ്ങളും എല്ലാം ചേർന്ന വിശാലമായ ഫലസ്തീൻ സ്വപ്നം കണ്ട് ഓരോ നാടിനെ തകർക്കാൻ വേണ്ടി ക്രൂരരാകുന്ന പാശ്ചാത്യൻ ഭരണാധികാരികൾ പിന്തുണ നൽകുക, പ്രോത്സാഹനം നൽകുക. അമേരിക്ക പറയാതെ സമ്മതിക്കാതെ ഇസ്രായേലിൽ നിന്നൊരു മിസൈല് പൊന്തില്ലെന്ന് നമുക്കറിയാം. എന്നിട്ട് നീതി കളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിലില്ലട്ടോ എന്നും പറഞ്ഞിട്ട് മാറി നിൽക്കുക ഈ ട്രംപ് എന്ന് പറയുന്ന കച്ചവടക്കാരൻ. നേരത്തെ ഞാൻ ക്യാപിറ്റലിസത്തിന്റെ കച്ചവട തന്ത്രങ്ങളെ കുറിച്ച് പറഞ്ഞു. ആയുധങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുക, അത് വിൽപ്പന നടത്തുക. ഇറാൻ ഗാർഡുകൾ തള്ളിയിട്ട 3 അമേരിക്ക നൽകിയ വിമാനമുണ്ട്. അതിന്റെ പോരിശ് എത്രയെന്നറിയോ? ഒരു ദിവസം പറയേണ്ടി വരും. പക്ഷേ സിമ്പിളായിട്ട് അവർ വീഴ്ത്തിക്കളഞ്ഞു. വായിച്ചതനുസരിച്ച് $3000 കോടി അത്ര ഒരെണ്ണത്തിന് ചെലവ്. നമ്മുടെ ഇന്ത്യയും അങ്ങനത്തെ കുറച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവരതിൽ നിന്ന് പിന്മാറി. ഇന്ത്യ, നമ്മുടെ ഗവൺമെന്റ് ബുദ്ധിപൂർവ്വം അതിൽ നിന്ന് പിന്മാറി. പിന്നെ സുഖൈ എന്ന് പറയുന്ന റഷ്യൻ വിമാനത്തിന് അതും മേടിക്കാൻ വേണ്ടി കരാർ കൊടുത്തു. എന്തുകൊണ്ടാണ്? അമേരിക്ക വിമാനം നൽകിയാൽ, ആയുധം നൽകിയാൽ അത് അവരുടെ നിയന്ത്രണത്തിൽ തന്നെ ആയിരിക്കും. അതിൻ്റെ മറ്റ് പ്രവർത്തനങ്ങൾ അത് നടത്തുന്നത് അവർ തന്നെ ആയിരിക്കും. നേരെ മറിച്ച് സോഫ്റ്റ്വെയറോടുകൂടെ ഇത് സംവിധാനിക്കാനുള്ള എല്ലാ സാങ്കേതിക വിദ്യയോടും കൂടെയാണ് റഷ്യ വിതരണം ചെയ്യുന്നത്. അങ്ങനെയാണ് അതേക്കുറിച്ച് വായിക്കാൻ കഴിഞ്ഞത്. അപ്പോ കച്ചവടം നടത്തുക, ഏത് നാട്ടുകാർക്കും ഈ സാധനം നൽകിക്കൊണ്ടിരിക്കുക, അവരുടെ ഇടയിൽ അടിപിടി ഉണ്ടാക്കുക, എന്നിട്ട് ഇത് മൊത്തം ചെലവായിക്കൊണ്ടേയിരിക്കണം, അതനുസരിച്ച് നൽകിക്കൊണ്ടേയിരിക്കുക. കാരണം പണമാണ് പ്രധാനം ക്യാപിറ്റലിസത്തിന്. ആളുകൾ കൊല്ലപ്പെടുന്നത് വിഷയമേ അല്ല, നിരവധിയായ ജനങ്ങൾ കഷ്ടപ്പെടുന്നത് അവരുടെ മുന്നിൽ ഒരു വിഷയമേ അല്ല, കൊന്നുകൊണ്ടേയിരിക്കും. അപ്പൊ വിധി നടത്തുന്നിടത്ത് എത്രമേൽ സൂക്ഷ്മത വേണമെന്നും എത്രമേൽ നീതി കാണിക്കണമെന്നും പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാം ഉൾക്കൊള്ളുന്ന വിശുദ്ധമായ ഈ ഒരു മതത്തിൽ നീതി ഇലാഹിന്റെ കൽപ്പനയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഈ ഇലാഹ് പറഞ്ഞനുസരിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടത്. നമ്മുടെ വിധി നടത്തുന്ന കൂട്ടത്തിലുള്ള നീതിയെക്കുറിച്ച് നിരവധിയായി നമുക്കൊക്കെ പറയാൻ പറ്റും. ഖാദി ശുറൈഹിന്റെ കഥ മാത്രമല്ല, ഇതുവരെയുള്ള ഇസ്ലാമിന്റെ യഥാർത്ഥ ഭരണകൂടങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന വിധികർത്താക്കളെ കുറിച്ച്. പിന്നെ നമ്മൾ പരസ്പരമുള്ള മുആമലാത്ത്, പരസ്പരമുള്ള ബന്ധം, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സൗഹൃദ സഹകരണ ജീവിതം, അവിടെ നീതിയായിരിക്കണം നമ്മൾ കാണിക്കേണ്ടത്. ഒരാളെയും വഞ്ചന നടത്താൻ പാടില്ല, ഒരാളുടെയും സ്വത്ത് നമ്മൾ അപഹരിക്കാൻ പാടില്ല, ഒരാളെയും നമ്മുടെ ആരോഗ്യം ഉപയോഗപ്പെടുത്തി നമ്മൾ ആക്രമിക്കാനോ തോൽപ്പിക്കാനോ പാടില്ല. നമ്മുടെ കുടുംബജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നീതി കാണിക്കേണ്ടതാണ്. മക്കൾക്കിടയിൽ വിവേചനം ഒരു വാക്കുകൊണ്ട് പോലും ഉണ്ടാവാൻ പാടില്ല. ഭാര്യമാരുണ്ടെങ്കിൽ അവർക്കിടയിൽ വിവേചനം തീരെ പാടില്ല. നീതി പാലിച്ചു കൊണ്ടേയിരിക്കണം.
നീതി കാണിക്കാൻ, നീതി പാലിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ഒരൊറ്റ ഭാര്യയെ പാടുള്ളൂ എന്ന് കൃത്യമായി പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. നമ്മുടെ ആത്മാവിനോട് നീതി കാണിക്കേണ്ടതുണ്ട്. അതിനെ നശിപ്പിക്കുന്ന ഒരു പരിപാടിയും ചെയ്യാൻ പാടില്ല. അതിനെ നശിപ്പിക്കുന്ന ഒരു പരിപാടിയും നമ്മിൽ നിന്നുണ്ടാവാൻ പാടില്ല. മയക്കുമരുന്ന്, മദ്യപാനം പോലെയുള്ള ഒരു സംഗതിയും പാടില്ല. കാരണം നമ്മുടെ ശരീരത്തോട് നമുക്ക് നീതി കാണിക്കേണ്ടതുണ്ട്. മാരകമായ സിന്തറ്റിക് രാസവസ്തുക്കൾ ഉള്ളിലേക്ക് ചെന്നാൽ ജീവിതം എത്രമേൽ ദുസ്സഹമാകുമെന്നതിന് ഔദ്യോഗികമായ സയന്റിഫിക് പഠനങ്ങളുണ്ട്. MDMA ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന് 4 വർഷം മുതൽ 7 വർഷമാണ് പിന്നീട് ജീവിക്കാൻ കഴിയുക. അടിച്ചു പോകും അതിൻ്റെ മുന്നേ. പരമാവധി വന്നാൽ 7 വർഷം, 4 വർഷം കഴിയുന്നതോടുകൂടെ മരിച്ചിട്ടുണ്ടാകും. ചിലപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ജീവിതത്തിൽ നിന്ന് മാറിയിട്ടുണ്ടാകും, ഭ്രാന്തായിട്ടുണ്ടാകും, അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റി സഞ്ചരിക്കുന്നുണ്ടാകും. നമ്മുടെ ബുദ്ധി സംരക്ഷിക്കാൻ ഏതറ്റം വരെയും നമ്മൾ പോകേണ്ടി വരും. പല പ്രലോഭനങ്ങളെയും മാറ്റി നിർത്തേണ്ടി വരും. മദ്യത്തിൻ്റെ എല്ലാവിധ സംവിധാനങ്ങളും നമ്മുടെ മുമ്പിൽ സൗജന്യമായി തുറന്നു വെച്ചാലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ പറ്റാതെ വരും. നമ്മുടെ ശരീരത്തോട് നമുക്ക് നീതി കാണിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് അധ്വാനം നടത്തണം, നമ്മുടെ കുടുംബത്തോട് നീതി കാണിക്കാൻ. നമ്മളിങ്ങനെ അലസരായി ജീവിക്കുന്നു, മക്കൾ പട്ടിണി കിടക്കുന്നു, ഒരിക്കലും സാധ്യമല്ല. നമ്മൾ മരിച്ചു പോകുമ്പോഴേക്ക് മക്കൾക്ക് ജീവിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത് പോലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. സയ്യിദ് റളിയല്ലാഹു അൻഹു മരിക്കാൻ കിടക്കുന്ന കഥ മുമ്പൊരിക്കൽ ഞാൻ സൂചിപ്പിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണാൻ ചെന്നു. സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എൻ്റെ സ്വത്ത് മൊത്തം ഞാൻ ഇസ്ലാമിന് വേണ്ടി നൽകുകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പാടില്ല. അദ്ദേഹം പറഞ്ഞു, എങ്കിൽ ഞാൻ അതിൻ്റെ പകുതി ഭാഗം നൽകുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, വേണ്ട, ഞാനത് സ്വീകരിക്കൂല, പാടില്ല. സയ്യിദ് റളിയല്ലാഹു അൻഹു പിന്നെയും നിർബന്ധിപ്പിച്ചു, എങ്കിൽ ഞാൻ 1/3 നൽകാൻ പോവുകയാണ്. ഇതിൻ്റെ അപ്പുറം സയ്യിദ് തങ്ങൾ സഹിക്കൂല എന്ന് വിചാരിച്ചാകണം അള്ളാഹുവിൻ്റെ റസൂൽ 1/3 സ്വീകരിച്ചു ദീനിന് വേണ്ടി. അത് സ്വീകരിക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞൊരു പ്രസിദ്ധമായ വാക്കുണ്ട്, അസ്സുലുസു കബീർ, 1/3 തന്നെ ധാരാളമാണ്. അസ്സുലുസു കബീർ, 1/3 തന്നെ ധാരാളമാണ്. എന്തുകൊണ്ട്? അവിടുന്ന് വിശദീകരിച്ചു, അങ്ങയുടെ കുടുംബത്തെ, അനന്തരാവകാശികളെ, ഭാര്യയെ, മക്കളെ അങ്ങ് ഉപേക്ഷിച്ചു പോവൽ, ജനങ്ങൾക്ക് മുമ്പിൽ ഒച്ചാനിച്ചു നിന്ന് കൈകാട്ടി നടന്ന് ജീവിക്കുന്ന ദരിദ്രരായിട്ട് അങ്ങ് ഉപേക്ഷിച്ചു പോകുന്നത് വളരെ മോശമാകുന്നു. സമ്പന്നരായി ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ അവർക്ക് നേടിക്കൊടുത്താണ് താങ്കൾ മരണപ്പെടേണ്ടത്. അതാണ് ഏറ്റവും നല്ലതെന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സയ്യിദ് റളിയല്ലാഹു അൻഹുവിനോട് ഓർമ്മപ്പെടുത്തുന്നു. കുടുംബത്തിൽ നീതി കാണിക്കണം. പരിശുദ്ധമായ ഹദീസ് ശരീഫിലേക്ക് ഞാൻ കടക്കുന്നില്ല. മനുഷ്യർക്കിടയിൽ നീതി കാണിക്കാൻ നിരന്തരമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. താഴ്ന്നവർ, വലിയവർ, ഉന്നതർ, ഉന്നത കുലജാതർ, കറുത്തവർ, വെളുത്തവർ, ഇങ്ങനെ യാതൊരു വ്യത്യാസവുമില്ലെന്നും എല്ലാവരും ആദമിൽ നിന്നാണെന്നും ആദം അലൈഹിസ്സലാം മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടുവെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരവധി തവണ പല ഘട്ടങ്ങളിൽ ആവശ്യാനുസരണം ആ സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടേയിരുന്നു. നീതിക്ക് വേണ്ടി നിലകൊള്ളുക, നിങ്ങൾ നീതികളുടെ ആളുകളാവുക. ഇതാണ് പരിശുദ്ധ ഇസ്ലാം സമൂഹത്തിന് നൽകുന്ന സമാധാനത്തിന്റെ, സ്നേഹത്തിന്റെ, സന്തോഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം. ഇത് ലോകരാജ്യങ്ങൾ നടപ്പിലാക്കുമ്പോൾ ലോകത്ത് സമാധാനം ഉണ്ടാകും. ആരാണ് ഇവർക്കൊക്കെ അധികാരം കൊടുക്കുന്നത്? ഇന്ന ആയുധമേ നിങ്ങൾ നിർമ്മിക്കാവൂന്ന് മറ്റൊരു നാട്ടിനോട് പറയാൻ. അവർ നിർമ്മിച്ചു വെക്കുകയും എന്നിട്ട് നിങ്ങളത് പാടില്ല, ഞങ്ങൾ നല്ല കുട്ടികളായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഇത്തിരി വികൃതി പിള്ളേരാണ്, അതുകൊണ്ട് നിങ്ങളത് ഉണ്ടാക്കാൻ പാടില്ലെന്നും മറ്റു രാജ്യങ്ങളോട് തിട്ടൂരം നടത്താൻ ഇവർക്ക് ആരാണ് അധികാരം കൊടുക്കുന്നത്? UN എന്ന് പറയുന്ന ഒരു നോക്കുകുത്തിയുണ്ട്. UN എന്ന് പറയുന്ന ഒരു നോക്കുകുത്തിയുണ്ട്. ലോകത്ത് സമാധാനം ഉണ്ടാക്കാനും നീതിപൂർവം പ്രവർത്തിക്കാനുമാണ് അത്ര ആ സംഘടന. വെറും കടലാസ് പുലികൾ. കടലാസിലെ 8 പശു പുല്ല് തിന്നൂല. കടലാസിലെ പുലി ഒരിക്കലും ആരെയും ആക്രമിക്കൂല. അവർ ചെയ്യുന്ന അനുകൂലമെന്ന് തോന്നുന്ന, സമാധാനത്തിന് പാകപ്പെടുന്നത് എന്ന് തോന്നുന്ന ഏതൊക്കെ തീരുമാനങ്ങളുണ്ടോ അതിനെയൊക്കെ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് വീറ്റോ ചെയ്തുകൊണ്ടിരിക്കും. അവർ നടത്തുന്ന ക്രൂരമായ പീഡനങ്ങളെ, പ്രശ്നങ്ങളെ ഇടക്കിടക്കൊക്കെ അങ്ങനെ അത് പാടില്ല എന്ന് പറയും. നടപ്പിലാക്കാൻ യാതൊരുവിധ അധികാരവുമില്ലാത്ത കടലാസ് സംഘടന. അതാ ഞാൻ പറഞ്ഞ 8 പശു പുല്ലൊന്നുമില്ല. എത്ര വർഷമായി? 2 വർഷത്തോളമായി ഫലസ്തീനിലെ പാവപ്പെട്ട മക്കൾ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നു. എത്ര ലക്ഷം ആളുകളാണ് മരിച്ചുപോയത്? കണക്കുള്ളവർ തന്നെ ഏകദേശം 1 ലക്ഷത്തിന്റെ അടുത്ത് വരും. അതിനേക്കാൾ ഇരട്ടി വരും കണക്കില്ലാത്ത മരണങ്ങൾ. പാവപ്പെട്ട കുഞ്ഞുമക്കളുടെ കബദ്ധങ്ങൾ കൂടിക്കിടക്കുന്നത് കാണുമ്പോൾ മനുഷ്യത്വമുള്ള ആരുടെ ഹൃദയമാണ് നോവാതിരിക്കുന്നത്?
അതിനെ അനുകൂലിച്ചു പോലും സഹിച്ചോളൂ ഭീകര കുഞ്ഞുങ്ങളെ എന്ന് പറഞ്ഞിട്ട് കമന്റ് എഴുതുന്ന കാസക്കാർക്ക് അതൊക്കെ പറ്റുമായിരിക്കും. സ്നേഹത്തിന്റെ മതമാണെന്ന് പറഞ്ഞു നടക്കുക, ദൈവം സ്നേഹമാണെന്ന് എല്ലാ മതിലുകളും എഴുതി വെക്കുക. എട്ടും പൊട്ടും തിരിയാത്ത പാവപ്പെട്ട പിഞ്ചുമങ്ങളുടെ മക്കളുടെ നൂറുകണക്കിന് ശരീരങ്ങൾ കൂട്ടിവെക്കുമ്പോൾ അതിനിടയിൽ സന്തോഷത്തിന്റെ കമന്റുകൾ കൊണ്ട് അവർ മെഴുകിക്കൊണ്ടിരിക്കുക. ദൈവസ്നേഹാണെന്ന് മതിലുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാകും. ഇത് അവർക്ക് പറ്റുമായിരിക്കും. ലോകത്ത് മനുഷ്യത്വമുള്ള ആർക്കാണ് സാധിക്കുക? ഇത് UN കാണുന്നില്ലേ? അത് പാടില്ലെന്ന് പറയും. അത് പറയാനുള്ളതാണ്. അതിനെതിരെ പ്രവർത്തിക്കാൻ തൻ്റെ ഇടം, ധൈര്യം ഒക്കെ പണ്ടേ ലഭ്യമായി. ഇസ്രായേലിനെ പോലെയുള്ള ക്രൂര സയനിസ്റ്റ് രാഷ്ട്രങ്ങൾ അതിനൊക്കെ പുല്ല് വില നൽകിക്കൊണ്ട് അവരുടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇത് അനീതിയുടെ ലോകക്രമമാണ്. ഞാൻ സൂചിപ്പിച്ചു, കുടുംബത്തിൽ മുതൽ വ്യക്തി ജീവിതത്തിൽ മുതൽ സ്വന്തം ശരീരത്തോട് വരെ നീതി കാണിക്കലാണ് മനുഷ്യന്റെ ധർമ്മം. അതാണ് ഇസ്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് തീർത്തും വിരുദ്ധമായ രീതിയിൽ അനീതിയിൽ പടക്കപ്പെടുന്ന പുതുലോകം സൃഷ്ടിക്കപ്പെടുന്നു. പ്രാർത്ഥന കൊണ്ട് നമ്മൾ നേരിടുക, പ്രാർത്ഥന കൊണ്ട് നേരിടുക. പടച്ച റബ്ബിന്റെ മുന്നിൽ ഈ ഉമ്മത്തിന്റെ എല്ലാ വിഷമങ്ങളും നമ്മൾ സംയുക്തമായി പറഞ്ഞുകൊണ്ടിരിക്കുക. അവൻ നമ്മളെ പരിഗണിക്കുക തന്നെ ചെയ്യുമെന്ന് നമ്മൾ ഉറപ്പിക്കുക. പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും. ഈ ഉമ്മത്തിന്റെ പല ഘട്ടങ്ങളിൽ പരീക്ഷണങ്ങളുടെ വിവിധ വകുപ്പുകളിലൂടെ കടന്നു പോകേണ്ടി വരും. എന്നാലും ആത്യന്തികമായ വിജയം, പരലോകത്തുള്ള നിത്യമായ സമാധാനം, സന്തോഷം, അനുഭൂതികൾ, എല്ലാ അർത്ഥത്തിലുമുള്ള സുഖ സൗകര്യങ്ങളുടെ പറുദീസയാകുന്ന സ്വർഗത്തിലെ നിത്യവാസം, ഇത് വിശ്വാസികൾക്കുള്ളതാണ്, വിശ്വാസികൾക്ക് മാത്രമുള്ളതാണ്. ഈയതയോടുകൂടെ ജീവിക്കാൻ നമുക്ക് കഴിയണം. അതിന് പറ്റും വിധത്തിലേക്ക് വിശാലമായൊരു മാനസികാവസ്ഥയിലേക്ക് ലോകത്തിനും നമുക്ക് മാറാനാകണം. പരിശുദ്ധ ഖുർആനിലെ നിങ്ങൾ ഒരിക്കലും അനീതി കാണിക്കരുത്, ഒരാളോടുമുള്ള വിദ്വേഷം നിങ്ങൾ അനീതി ചെയ്യാൻ പ്രേരിപ്പിക്കരുത് എന്ന വാക്യം എപ്പോഴും ഓർക്കണമെന്ന് സ്വന്തം ശരീരത്തോടും എൻ്റെ ശ്രോതാക്കളോടും ലോകത്തോടും മൊത്തം ഓർമ്മപ്പെടുത്തി. ഇൻഷാ അല്ലാഹ് പാവപ്പെട്ട യുദ്ധത്തിൻ്റെ പീഡനം അനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ അള്ളാഹു സമാധാനം നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്ത് സമാധാനം നിലനിൽക്കുമാറാവട്ടെ. പശ്ചിമേഷ്യയിൽ ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുന്ന ഭീകരമായ യുദ്ധം, ഭീകരമായ പ്രശ്നങ്ങൾ, ലോകത്തെ മൊത്തം ബാധിക്കുന്ന ഈ ആയുധക്കളികൾ ഏറ്റവും പെട്ടെന്ന് നിന്നു പോകാൻ പടച്ച റബ്ബ് ലോകത്തിന് അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവർക്കും സദ്ബുദ്ധി നൽകുമാറാവട്ടെ. സമാധാനത്തോടുകൂടെ ജീവിക്കാൻ, സന്തോഷത്തോടുകൂടെ ജീവിക്കാൻ, അവരവരുടേതായ ജോലി ചെയ്യാൻ, പഠനം നടത്താൻ, കുടുംബത്തോടൊപ്പം സമാധാനത്തോടുകൂടെ കഴിയാൻ പടച്ച റബ്ബ് ലോക മുസ്ലിങ്ങൾക്ക് എല്ലാ മനുഷ്യർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.